ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ക്ലാസ്സുകളിൽ നമ്മൾ കറണ്ടിനെ പറ്റിയും ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ പറ്റിയും റെസിസ്റ്റേഴ്സിനെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്തു. റെസിസ്റ്റൻസ് ആരെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുക, അതിന് ഓംസ് ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ആദ്യത്തെ 3 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ് പഠിക്കാൻ പോകുന്നത്. റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ. ഇപ്പോൾ റെസിസ്റ്റർ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. റെസിസ്റ്റൻസ് ഈസ് ദി ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ എ കണ്ടക്ടർ ഫോർ ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ്. ഒരു പർട്ടിക്കുലർ സൈസിലൊരു കണ്ടക്ടർ ഇലക്ട്രിക് കറണ്ടിന് ഒപ്പോസിഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ റെസിസ്റ്റർ എന്ന് പറയും. ആ കൊടുക്കുന്ന ഒപ്പോസിഷൻ കുറവാണെങ്കിൽ ഒരു ഗുഡ് കണ്ടക്ടർ ആയിരിക്കും. ആ ഒപ്പോസിഷൻ കൂടുതലാണെങ്കിൽ അതൊരു പുവർ കണ്ടക്ടർ ആയിരിക്കും. ഇനി വളരെ വലിയ ഒപ്പോസിഷൻ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ നോക്കുന്നത് ഇലക്ട്രിക് റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ആണ്. നമ്മൾ 2 രീതിയിലാണ് ഇലക്ട്രിക് റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നത്. Resistance of a system of resistors. സീരീസ് കോമ്പിനേഷനും അഗൈൻ പാരലൽ കോമ്പിനേഷനും. സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് കണക്ഷനാണ് വരിക. ഒരാളുടെ പിറകിൽ വേറൊരാളെ കണക്ട് ചെയ്യുന്നു. പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരെൻഡ് കോമൺ ആക്കി സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് ഒരു ഗിവൺ പോയിന്റിലേക്കും രണ്ടാമത്തെ എൻഡ് കോമൺ ആക്കി വേറെ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഫിഗർ വരയ്ക്കാം. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് റെസിസ്റ്റർ, ഇത് സെക്കൻഡ് റെസിസ്റ്റർ, ഇത് തേർഡ് റെസിസ്റ്റർ എക്സെട്ര. ഞാൻ ആദ്യത്തെ ആൾ R1 എന്നും രണ്ടാമത്തെ ആൾ R2 എന്നും മൂന്നാമത്തെ ആൾ R3 എന്ന് മാർക്ക് ചെയ്യാൻ പോകണം. ഇതാണ് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. നോക്കൂ, ബാക്ക് ടു ബാക്ക് കണക്ഷൻ അല്ലേ. ഒരാളുടെ ബാക്കിലേക്ക് അടുത്ത ആളെ കണക്ട് ചെയ്യുന്നു, ആ സെക്കൻഡ് റെസിസ്റ്ററിൻ്റെ ബാക്കിലേക്ക് തേർഡ് വൺ കണക്ട് ചെയ്യുന്നു എക്സെട്ര. ഇത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒരു സെല്ലോ ബാറ്ററിയെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ആക്ച്വലി സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇനി ബൾബുകളെയും നമുക്ക് വേണമെങ്കിൽ സീരീസ് ആയി കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ. ഇനി അടുത്തത് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആകുമ്പം ഇത് ഫസ്റ്റ് റെസിസ്റ്റർ, ഇത് സെക്കൻഡ് റെസിസ്റ്റർ, ഇത് തേർഡ് റെസിസ്റ്റർ. ഈ 3 പേരുടെയും ഒരെൻഡ് കോമൺ ആയിട്ട് ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ എൻഡ് കോമൺ ആയിട്ട് വേറൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു. ദിസ് വൺ ഈസ് ദി പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഈ റെസിസ്റ്ററിന് R1 എന്നും ഈ റെസിസ്റ്ററിന് R2 എന്നും ഈ റെസിസ്റ്ററിന് R3 എന്നും റീപ്ലേസ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇതാണ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. എല്ലാവരുടെയും ഒരെൻഡ് കോമൺ ആയിട്ട് ഒരു പോയിന്റിലേക്ക് കൊടുക്കുന്നു, രണ്ടാമത്തെ എൻഡ് കോമൺ ആയിട്ട് രണ്ടാമത്തെ പോയിന്റിലേക്ക് കൊടുക്കുന്നു. ഓക്കെ അല്ലേ. ഇതാണ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ സീരീസ് കോമ്പിനേഷനും അഗൈൻ പാരലൽ കോമ്പിനേഷനും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും എഫക്റ്റ് ഒരു സർക്യൂട്ടിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഹൗ ദി എഫക്റ്റ് എ സർക്യൂട്ട്. അത് ഇവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും. ഇവിടെ ഞാൻ ആദ്യ കേസിൽ 3 റെസിസ്റ്റേഴ്സിനെ സീരീസ് ആക്കി വെച്ചു. അപ്പോൾ ഇവിടെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് എന്തായിരിക്കും. ഇവിടെ ഞാൻ 3 പേരെ പാരലാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് എന്തായിരിക്കും. ഒരു സർക്യൂട്ടിന് ഇവർ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസിന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തത് റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷനാണ്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. ഫസ്റ്റ് വൺ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. ഫിഗർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് 3 റെസിസ്റ്റേഴ്സിനെ സീരീസ് ആക്കി വെച്ചിട്ടുണ്ട്. R1 R2 R3. ഈ ആദ്യത്തെ റെസിസ്റ്റർ R1, രണ്ടാമത്തെ ആൾ R2, അഗൈൻ മൂന്നാമത്തെ ആൾ R3. ആ 3 പേരും ഇവിടെ സീരീസ് ആക്കി വെച്ചിരിക്കുകയാണ്. അഗൈൻ ഈ 3 പേർക്കും എക്രോസ് ആയി ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. വോൾട്ട് മീറ്റർ പ്ലസും മൈനസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഗൈൻ സർക്യൂട്ടിനകത്ത് ഒരു അമ്മീറ്ററും കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് അമ്മീറ്റർ. ഇവിടെ ഒരു അമ്മീറ്ററും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. മൈനസ് അഗൈൻ പ്ലസ്. ഈ സർക്യൂട്ടിലൂടെ I എന്നൊരു കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഒരു സെല്ല് സർക്യൂട്ടിനകത്തുണ്ട്. സെല്ലിന് കോമ്പിനേഷൻ ഓഫ് സെല്ല് ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് സെല്ല് എൻ്റെ പ്ലസും മൈനസും ഒരു സൈഡിലുണ്ട്. ഒരു കീ ഉണ്ട്. ഒരു സിമ്പിൾ സർക്യൂട്ടല്ലേ. ഈ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. I ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. നമുക്കറിയാം കറണ്ട് എപ്പോഴും സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് പുറത്തേക്ക് വരും, നെഗറ്റീവ് കൂടെ അകത്തേക്ക് പോകും. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡയറക്ഷനൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഒരു സർക്യൂട്ടിനകത്ത് എന്തിനാണ് നമ്മൾ അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത്. ആ സർക്യൂട്ടിനകത്തോടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ സെല്ലുമായി സീരീസ് ആയിട്ടാണ് ഈ അമ്മീറ്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനർത്ഥം ഈ സെല്ലിൽ നിന്ന് വരുന്ന എൻ്റയർ കറണ്ടും ഏതിലൂടെ പാസ് ചെയ്തു, ഈ അമ്മീറ്ററിനകത്തോടെ പാസ് ചെയ്തു. അതായത് ഈ അമ്മീറ്റർ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ കറണ്ട് ആയിരിക്കും മെഷർ ചെയ്യുക. ദി അമ്മീറ്റർ മെഷേഴ്സ് ദി ടോട്ടൽ കറണ്ട് ഇൻ ദി സർക്യൂട്ട്. ഇനി എന്തിനാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയല്ലേ. ആർക്ക് പാരലായിട്ടാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്ക് എക്രോസ് ആയിട്ടാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്, അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ആര് കാണിക്കുന്നത്, വോൾട്ട് മീറ്റർ കാണിക്കുന്നത്. ഇവിടെ വോൾട്ട് മീറ്റർ
ആ 3 റെസിസ്റ്റേഴ്സിൻ്റെയും സീരീസ് കോമ്പിനേഷന് പാരലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ. 3 R1ഉം R2ഉം R3ഉം സീരീസ് ആക്കി വെച്ചിരിക്കുകയാണ്. ആ സീരീസ് കോമ്പിനേഷനിലേക്ക് പാരലായിട്ടാണ് നമ്മൾ ഈ വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വോൾട്ട് മീറ്റർ ആ 3 റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു എൻഡിന് എക്സ് എന്നും എഗെയിൻ രണ്ടാമത്തെ എൻഡിനെ ജസ്റ്റ് വൈ എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് അറേഞ്ച്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇവിടെ ആക്ച്വലി ജംഗ്ഷൻ ഫോം ചെയ്യുന്നില്ലേ, ഒരു ജംഗ്ഷൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കീ അങ്ങ് ക്ലോസ് ചെയ്യുന്നു. ഈ കീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ട് കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ഞാൻ മെഷർ ചെയ്യുന്നു. അപ്പോൾ അത് ഈ കീ ക്ലോസ് ചെയ്യുന്നു, ആ സർക്യൂട്ട് കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു, ആ ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ ഞാൻ മെഷർ ചെയ്തു. ക്ലിയർ അല്ലേ? എഗെയിൻ ഇവിടുത്തെ വോൾട്ട് മീറ്റർ റീഡിങ് ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട്. ആ 3 റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ട് വരുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആ വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് എടുത്തിട്ടുണ്ട്, എഗെയിൻ അമ്മീറ്ററിൻ്റെ റീഡിങ് എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചെയ്യുന്നത് ഈ അമ്മീറ്ററിൻ്റെ ലൊക്കേഷൻ മാറ്റാൻ പോവാണ്, ഇയാളുടെ പൊസിഷൻ മാറ്റാൻ പോവാണ്. അപ്പോൾ ഫിഗർ നോക്കിക്കോളൂ. അതിനകത്ത് ആദ്യം അമ്മീറ്റർ വെച്ചിരിക്കുന്ന ലൊക്കേഷൻ ഏതാ? ഇതായിരുന്നു ഫസ്റ്റ് പൊസിഷൻ, ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഞാനിത് മാറ്റി ഈ ഫസ്റ്റ് റെസിസ്റ്ററിന് ശേഷം ഈ അമ്മീറ്റർ വയ്ക്കാൻ പോവാണ്. ആ അമ്മീറ്ററിനെ ആദ്യത്തെ റെസിസ്റ്ററിന് ശേഷം പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ അമ്മീറ്റർ വയ്ക്കുന്നു, സെക്കൻഡ് റെസിസ്റ്റർ, again തേർഡ് റെസിസ്റ്റർ, കീ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ കൊടുക്കുന്ന സെല്ലിൻ്റെ പൊട്ടൻഷ്യലാണ് വി എന്ന് പറയുന്നത് കേട്ടോ. ആ മീറ്റർ ഇവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. ഈ റെസിസ്റ്റൻസ് R1ഉം റെസിസ്റ്റൻസ് R2ഉം റെസിസ്റ്റൻസ് R3യും കൊടുക്കുന്നു. ഞാൻ വീണ്ടും അമ്മീറ്റർ റീഡിങ് എടുക്കുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ കിട്ടിയ അതേ റീഡിങ് തന്നെ കിട്ടിയത് അല്ലേ. ഈ ആദ്യത്തെ കേസിൽ ഏത് റീഡിംഗ് ആണോ അമ്മീറ്ററിൽ കാണിച്ചത് അതേ റീഡിങ്ങിനെ എനിക്കിപ്പോഴും കിട്ടിയത്. ഓക്കെ അല്ലേ? ഇനി അമ്മീറ്ററിൻ്റെ ലൊക്കേഷൻ വീണ്ടും മാറ്റുന്നു. ഇവിടെ നിന്ന് അമ്മീറ്ററിനെ വീണ്ടും എടുത്ത് മാറ്റുന്നു. ഇതിന് അമ്മീറ്ററിനെ ഞാൻ സെക്കൻഡ് റെസിസ്റ്ററിന് ശേഷം കണക്ട് ചെയ്യാൻ പോകണം. വീണ്ടും ഞാൻ അമ്മീറ്റർ റീഡിങ് എടുക്കുന്നു. അപ്പോൾ തൊട്ട് മുന്നേ കിട്ടിയ അതേ റീഡിംഗ് ആണ് ഇപ്പോഴും അമ്മീറ്റർ കാണിച്ചത് അല്ലേ. നേരത്തെ ഇവിടെ അമ്മീറ്റർ കണക്ട് ചെയ്തു, ആ സമയത്തുള്ള അതേ റീഡിംഗ് ആയിരുന്നു അമ്മീറ്റർ ഇവിടെ കണക്ട് ചെയ്തപ്പോഴും കിട്ടിയത്. അതേ റീഡിംഗ് ആണ് അമ്മീറ്റർ ഇവിടെ കണക്ട് ചെയ്തപ്പോഴും കിട്ടിയത്. ഇനി വീണ്ടും അവിടെ അമ്മീറ്റർ എടുക്കുന്നു. അമ്മീറ്ററിൻ്റെ ലൊക്കേഷൻ വീണ്ടും ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ അമ്മീറ്ററിനെ ഈ തേർഡ് റെസിസ്റ്ററിന് ശേഷം കണക്ട് ചെയ്യാൻ പോകണം. ഇവിടെ കണക്ട് ചെയ്യുന്നു. എഗെയിൻ വീണ്ടും റീഡിംഗ് എടുത്ത് നോക്കുന്നു. എഗെയിൻ വീണ്ടും നേരത്തെ അതേ റീഡിംഗ് കിട്ടി. അതിനർത്ഥം ഈ അമ്മീറ്ററിനെ ഏത് പൊസിഷനിൽ കണക്ട് ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയ റീഡിങ്ങിൻ്റെ വാല്യൂ സെയിം ആണ്. അതിനർത്ഥം ഈ റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്ത കറണ്ടും ഈ റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്ത കറണ്ടും ഈ റെസിസ്റ്ററിൽ ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂം സെയിം ആണ്. അത് സർക്യൂട്ടിൽ അത് ടോട്ടൽ കറണ്ടിന് ഈക്വലാണ്. അല്ലെ, ഈ സെല്ലിൽ നിന്ന് ഏത് കറണ്ടാണോ ഫ്ലോ ചെയ്തത് ആ കറണ്ടാണ് ഇവിടെ റീഡ് ചെയ്തത്. എഗെയിൻ ആ അമ്മീറ്റർ എവിടെ വെച്ചപ്പോഴോ ഒന്നാമത്തെ റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്ത് വന്ന കറണ്ടാണ് റീഡ് ചെയ്തത്. അമ്മീറ്റർ എവിടെ വെച്ചപ്പോഴോ രണ്ടാമത്തെ റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്ത് വന്ന കറണ്ടാണ് റീഡ് ചെയ്തത്. അമ്മീറ്റർ എവിടെ വെച്ചപ്പോഴോ ആ മൂന്നാമത്തെ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്ത് വന്ന കറണ്ടാണ് റീഡ് ചെയ്ത്. എനിക്ക് ഈ വാല്യൂസ് എല്ലാം സെയിം ആയിട്ട് കിട്ടി. അതിനർത്ഥം എന്താ? ഒരു സീരീസ് കോമ്പിനേഷനിൽ എല്ലാ കമ്പൗണ്ട്സിൽ കൂടിയും സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക. ഇൻ എ സീരീസ് കോമ്പിനേഷൻ സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ഓൾ ദി റെസിസ്റ്റേഴ്സ്. ഇൻ എ സീരീസ് കോമ്പിനേഷൻ സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ഓൾ ദി റെസിസ്റ്റേഴ്സ്. In series combination of resistors, same current flows through all the resistors. All the resistors. എല്ലാ റെസിസ്റ്ററിലൂടെയും എഗെയിൻ സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി വീണ്ടും ഞാനിവിടെ ഈ വോൾട്ട് മീറ്റർ റീഡിംഗ് എടുക്കാൻ പോകണം. ആ വോൾട്ട് മീറ്റർ റീഡിംഗ് എനിക്ക് കിട്ടിയത് ഇവിടെ അപ്ലൈ ചെയ്ത സെല്ലിൻ്റെ അതേ പൊട്ടൻഷ്യൽ തന്നെയായിരുന്നു. ഈ സെയിം റീഡിംഗ് എനിക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ വോൾട്ട് മീറ്റർ എവിടെ കണക്ട് ചെയ്തത്? ആ എക്സിനും വൈക്കും ഇടയ്ക്ക് കണക്ട് ചെയ്തത് അല്ലെ. ആ 3 റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ വാല്യൂ തന്നെയാണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ വോൾട്ട് മീറ്റേഴ്സിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റാം. ഇതുപോലെ വയ്ക്കാൻ പോകണം. ആദ്യം വോൾട്ട് മീറ്ററിനെ ഫസ്റ്റ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് V1 എന്നൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. സെക്കൻഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് V2 എന്നൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു.
തേർഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് V3 എന്നൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ R1 ഫസ്റ്റ് റെസിസ്റ്റർ R1 ആണ്. അപ്പോൾ R1 പാരലായിട്ട് V1 എന്ന വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. R2 പാരലായിട്ട് V2 എന്നുള്ള വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. R3 പാരലായിട്ട് V3 എന്നുള്ള വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. എഗൈൻ ഞാൻ ഈ കീ ക്ലോസ് ചെയ്യുന്നു. V1 റീഡിംഗ് എടുക്കുന്നു, V2 റീഡിംഗ് എടുക്കുന്നു, എഗൈൻ V3 റീഡിംഗ് എടുക്കുന്നു. അപ്പോൾ എനിക്ക് V1 കിട്ടി, V2 കിട്ടി, V3 കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ V1 V2 V3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നേരത്തെ കിട്ടിയ V കിട്ടുന്നുണ്ട്. അല്ലെ തൊട്ട് മുന്നേ നമുക്കൊരു V എന്നുള്ള വാല്യൂ, എന്താ V എന്നുള്ള വാല്യൂ? ഈ 3 പേർക്കും അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ ആണ് എനിക്കിപ്പോൾ നേരത്തെ ആ V1 V2 V3 കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ V1 V2 V3 കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ആ V കിട്ടി. V എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടി. അതിനർത്ഥം എന്താ? സീരീസ് കോമ്പിനേഷനകത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. പക്ഷേ കറണ്ട് എല്ലാ റെസിസ്റ്റേഴ്സിലും സെയിം ആണ്. അപ്പോൾ R1 പാസ് ചെയ്ത് പോയ കറണ്ടും R2 പാസ് ചെയ്ത് പോയ കറണ്ടും R3 പാസ് ചെയ്ത് പോയ കറണ്ടും സെയിം ആയിരുന്നു. എന്നാൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ അവിടെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. പൊട്ടൻഷ്യലിലെ ഒരു പോർഷൻ R1 അക്രോസ് ആയിട്ടാണ് കിട്ടിയത്, അതാണ് V1 എന്നുള്ള റീഡിങ്. പൊട്ടൻഷ്യലിലെ ഒരു പോർഷൻ R2 അക്രോസ് ആയിട്ട് കിട്ടി, അതാണ് V2 എന്നുള്ള റീഡിങ്. പൊട്ടൻഷ്യലിൻ്റെ ഒരു പോർഷൻ R3 അക്രോസ് ആയിട്ട് കിട്ടി, അതാണ് V3 എന്ന് പറയുന്ന റീഡിങ്. അപ്പോൾ ഈ V1 V2 V3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ആരുടെ വാല്യൂ കിട്ടണം? ഈ അപ്ലൈഡ് വോൾട്ടേജ് V കിട്ടണ്ടേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് കണ്ടീഷൻ എഴുതാം. ഇൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, in series combination of resistors, the applied voltage divides, the applied voltage divides, കൊടുക്കുന്ന വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോയി. അപ്പോൾ 3 റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൽ ആഡ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ വോൾട്ടേജ് കിട്ടുന്നു. അപ്പോൾ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ക്ലിയർ ആണോ? ഈ വിയുടെ വാല്യൂ, V എന്ന് പറഞ്ഞാൽ കൊടുത്ത വോൾട്ടേജിൻ്റെ വാല്യൂ, അതായത് ഈ 3 റെസിസ്റ്റേഴ്സിനും അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ വോൾട്ടേജിൻ്റെ വാല്യൂ, അത് ഈ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് കിട്ടിയ വോൾട്ടേജിൻ്റെ സമ്മിന് ഈക്വലാണ് കിട്ടിയത്. സോ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇനിന്താ V1? ആ V1 എന്ന് പറയുന്നത് ഈ R1 എന്നുള്ള റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അല്ലേ. V2 എന്ന് പറയുന്നത് R2 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അല്ലേ. V3 എന്ന് പറയുന്നത് R3 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അല്ലേ. ഈ 3 റെസിസ്റ്ററും ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ സെയിം I അല്ലേ. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് ഹൗ ക്യാൻ ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന് എഴുതാലോ. അപ്പോൾ ആദ്യത്തെ ഫിഗർ നോക്കൂ. ആദ്യ ഫിഗറിനകത്ത് ഇവിടെ ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ I ആണ്, ശരിയല്ലേ? ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ I ആണ്. എഗെയിൻ ഇവിടെ V ആണ് ഈ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. എഗെയിൻ രണ്ടാമത്തെ ഫിഗറിനകത്തും ഫ്ലോ ചെയ്ത കറണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ എല്ലാ റെസിസ്റ്ററുകളും ഒരേ കറണ്ടാണ് ഫ്ലോ ചെയ്ത് കൊടുത്ത പൊട്ടൻഷ്യൽ മാത്രം അവിടെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. V1 R1 അക്രോസ് ആയിട്ട് വന്നു, V2 R2 അക്രോസ് ആയിട്ട് വന്നു, എഗെയിൻ V3 R3 അക്രോസ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ അനുസരിച്ച് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ by Ohm's law, what is V1? V1 is equal to I R1 എഴുതി കൂടെ, ശരിയല്ലേ? R1 എന്നുള്ള റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ് V1. അപ്പോൾ R1 ഫ്ലോ ചെയ്യുന്ന കറണ്ട് Iയും റെസിസ്റ്റൻസ് R1 ആയതുകൊണ്ട് V1 ഈക്വൽ ടു I R1 എന്ന് എഴുതാം. അപ്പോൾ V2 എന്തായിരിക്കും? V2 R2 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്. R2 ഫ്ലോ ചെയ്യുന്ന കറണ്ട് Iയും റെസിസ്റ്റൻസ് R2 ആയതുകൊണ്ട് V2 പകരം I ഇൻറ്റു R2 എന്ന് എഴുതി കൂടെ. V2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R2. ഇനി V3യുടെ വാല്യൂ എന്തായിരിക്കും? V3 എന്ന് പറഞ്ഞാൽ R3 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്. അപ്പോൾ R3 ഫ്ലോ ചെയ്യുന്ന കറണ്ട് Iയും റെസിസ്റ്റൻസ് R3 ആയതുകൊണ്ട് V3 പകരം I ഇൻറ്റു R3 എന്ന് എഴുതാലോ. V3 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R3. ഈ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V ഈസ് ഈക്വൽ ടു I R1 പ്ലസ് I R2 പ്ലസ് I R3. V ഈസ് ഈക്വൽ I R1 പ്ലസ് I R2 പ്ലസ് I R3. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ 3 റെസിസ്റ്റേഴ്സിനെ സീരീസ് ആക്കി വെച്ചിരിക്കുകയല്ലേ. ഞാൻ ഈ 3 പേർക്കും പകരം ഒരു സിംഗിൾ റെസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോകണം. ഈ 3 പേർക്കും പകരം ഒരു സിംഗിൾ റെസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോകണം. ആ സിംഗിൾ റെസിസ്റ്ററിൻ്റെ പ്രത്യേകത,
ഈ 3 പേരും കൂടെ കമ്പൈൻഡ് ആയിട്ട് എന്ത് എഫക്റ്റ് ആണോ തരുന്നത് ആ എഫക്റ്റ് ആർക്ക് തരാൻ പറ്റണം? ആ സിംഗിൾ റെസിസ്റ്ററിന് തരാൻ പറ്റണം. ഈ 3 പേരും കൂടെ കമ്പൈൻഡായി ഈ സർക്യൂട്ടിൽ എന്ത് എഫക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേ എഫക്റ്റ് തന്നെ തരാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ റെസിസ്റ്റർ വെച്ച് ഞാൻ ഈ 3 പേരെ റീപ്ലേസ് ചെയ്യാൻ പോകണം. അപ്പോൾ ആ സിംഗിൾ റെസിസ്റ്ററിന് പറയുന്ന പേരെന്താ? ഈ 3 പേരുടെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓർ ഈക്വലൻ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ എന്താ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? കുറേ റെസിസ്റ്റേഴ്സ് കമ്പൈൻഡ് ആയി തരുന്ന എഫക്റ്റ് ഒരു സിംഗിൾ റെസിസ്റ്ററിന് തനിയെ തരാൻ പറ്റുമെങ്കിൽ, ഒറ്റയ്ക്ക് തരാൻ പറ്റുമെങ്കിൽ ആ സിംഗിൾ റെസിസ്റ്റേഴ്സിനെ ആ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 പേർക്കും പകരം ഞാൻ സിംഗിൾ റെസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഫിഗർ നോക്കിക്കോളൂ. ആ 3 പേർക്കും പകരം വയ്ക്കുന്ന റെസിസ്റ്ററിനെ ഞാൻ ജസ്റ്റ് RS എന്നങ്ങ് മാർക്ക് ചെയ്യണം. RS എന്ന് പറഞ്ഞാൽ R സീരീസ്. എഗെയിൻ സെയിം വോൾട്ടേജ് സോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. കൊടുക്കുന്ന പൊട്ടൻഷ്യൽ V അല്ലേ, ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ I. ക്ലിയർ അല്ലേ? ഞാൻ വീണ്ടും ഇവിടെ വോൾട്ട് മീറ്ററും അമ്മീറ്ററും കണക്ട് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ വോൾട്ട് മീറ്റർ കാണിക്കുന്ന റീഡിങ് V ആണ്, അമ്മീറ്റർ കാണിക്കുന്ന റീഡിങ് I ആണ്. അങ്ങനെയാണ് ഓംസ് ലോ അനുസരിച്ച് എനിക്ക് V ഈസ് ഈക്വൽ ടു I ഇൻറ്റു RS എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓംസ് ലോ അനുസരിച്ച് V ഈക്വൽ ടു I ഇൻറ്റു RS എന്ന് എഴുതാൻ പറ്റും. ആ 3 പേരെയും കൂടെ പാരലാക്കി വെക്കുന്നതിന് പകരം ഈ 3 പേർക്കും പകരം എന്ത് ചെയ്തു? ഒരു സിംഗിൾ റെസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്തു. ആ സിംഗിൾ റെസിസ്റ്റർ ആ 3 പേരും കൂടെ കമ്പൈൻഡ് ആയി പ്രൊഡ്യൂസ് ചെയ്ത് അതേ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 3 പേരും കൂടെ കമ്പൈൻഡ് ആയി വെക്കുമ്പോൾ സർക്യൂട്ടിൽ കൂടെ ഏത് കറണ്ടാണോ ഫ്ലോ ചെയ്തത് അതേ കറണ്ടാണ് ഇപ്പോഴും ഫ്ലോ ചെയ്തത്. അതിനർത്ഥം ഈ സിംഗിൾ റെസിസ്റ്റർ ആ 3 പേരുടെയും കമ്പൈൻഡ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഓംസ് ലോ അനുസരിച്ച് V ഈക്വൽ I ഇൻറ്റു RS അല്ലേ. അപ്പോൾ Vക്ക് പകരം I ഇൻറ്റു RS എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഇക്വേഷൻ നോക്കിക്കോളൂ. Therefore ഈ Vക്ക് പകരം I ഇൻറ്റു RS എന്ന് കൊടുക്കാം. IRS ഈസ് ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3. റീഅറേഞ്ച് ചെയ്യാം. IRS ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3. ആരെ ക്യാൻസൽ ആയി പോവാ? 2 സൈഡും I കട്ട് ചെയ്ത് കളയാം. സോ RS ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. RS ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇപ്പോൾ ഇവിടെ 3 റെസിസ്റ്റേഴ്സിനെ സീരീസ് ആക്കി വെച്ചപ്പോൾ അവരുടെ കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ആ 3 റെസിസ്റ്റേഴ്സിൻ്റെയും ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെ സമ്മിന് ഈക്വൽ കിട്ടിയത്. RSS ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് കിട്ടി. ഇപ്പോൾ ഇക്വേഷൻ പഠിക്കാം കേട്ടോ. അപ്പം 3 റെസിസ്റ്റേഴ്സിനെ സീരീസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിൻ്റെ ജസ്റ്റ് സമ്മിന് ഈക്വൽ ആയിരിക്കും. RS ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ 2 പേരാണെങ്കിലോ അത് R1 പ്ലസ് R2 ആയിരിക്കും. 3 പേരാകുമ്പോൾ R1 പ്ലസ് R2 പ്ലസ് R3 ആയി. 4 പേരായപ്പോൾ R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 എക്സെട്ര. അപ്പോൾ റെസിസ്റ്റേഴ്സിനെ സീരീസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ എൻ്റെ കണ്ടീഷൻ മനസ്സിലായല്ലോ. അപ്പോൾ 3 പേരെ R1ഉം R2ഉം R3യും കൂടെ സീരീസ് ആക്കി വെക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ആ 3 പേരുടെ കൂടെ സം എന്താണോ അതേ വാല്യൂ കിട്ടുന്ന ഒരു സിംഗിൾ റെസിസ്റ്റർ ആ സർക്യൂട്ടിൽ യൂസ് ചെയ്താൽ മതി. സോ ഇൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് effective resistance is the sum of the individual resistors. Conclude ചെയ്യാം. In series combination of resistors, effective resistance is the sum of the individual resistors. Is the sum of the individual resistors. അപ്പോൾ എത്ര പേരുണ്ടെങ്കിലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ RS ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി
ഈ 3 റെസിസ്റ്റേഴ്സിൽ R1ഉം R2ഉം R3 സപ്പോസ് R1 ഈസ് ഈക്വൽ ടു 1 ഓം ആണെന്ന് വിചാരിക്കുക, R2 ഈസ് ഈക്വൽ ടു 2 ഓം ആണെന്ന് വിചാരിക്കുക, R3 ഈസ് ഈക്വൽ 3 ഓം ആണെന്ന് വിചാരിക്കുക. അങ്ങനെ RSൻ്റെ വാല്യൂ എത്രയാണ്? 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് കിട്ടില്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 6 ഓം എന്ന് കിട്ടും. RS ഈക്വൽ 6 ഓം. ഒരു സീരീസ് കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് വാല്യൂ 6 ഓം എന്ന് കിട്ടി. നമ്മൾ യൂസ് ചെയ്ത ഇൻഡിവിജ്വൽ വാല്യൂസിലെ ഏറ്റവും ചെറിയ വാല്യൂ 1 ഓമും ഏറ്റവും വലിയ വാല്യൂ 3 ഓമും അല്ലേ? നമുക്ക് കിട്ടിയ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 6 ഓം ആണ്. അത് ആരെക്കാളും കൂടുതലാണ്? ആ ലാർജർ വാല്യൂവിനേക്കാളും കൂടുതലാണ്. സോ ഇൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ലാർജർ ദാൻ ദി ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്ത വാല്യൂസിലെ ഏറ്റവും വലിയ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും സീരീസ് കോമ്പിനേഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. കൺക്ലൂഡ് ചെയ്യല്ലേ? ഇൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് the effective resistance is larger than the largest individual value. Largest individual value of resistance used. ക്ലിയർ അല്ലേ? അപ്പോൾ സീരീസ് കോമ്പിനേഷനകത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയാണ്? ലാർജർ ദാൻ ദി ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ ആണ്. യൂസ് ചെയ്ത ഏറ്റവും വലിയ വാല്യൂവിനേക്കാളും കൂടുതലാണ്. അപ്പോൾ 1 ഓമും 2 ഓമും 3 ഓമും കൂടെ സീരീസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 3 ഓമിനേക്കാളും കൂടുതലാണ്. അപ്പോൾ 10 ഓമും 20 ഓമും 30 ഓമും സീരീസ് ആക്കി വെച്ച് കഴിഞ്ഞാലോ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 30 ഓമിനേക്കാളും കൂടുതലാണ്. അപ്പോൾ റെസിസ്റ്റേഴ്സുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലാർജസ്റ്റ് പോസിബിൾ എഫക്റ്റീവ് വാല്യൂ കിട്ടുന്ന എപ്പോഴാണ്? അവർ സീരീസ് കോമ്പിനേഷൻ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ 10 റെസിസ്റ്റേഴ്സുകളെ തമ്മിൽ കമ്പയർ ചെയ്യണം. എഗെയിൻ ആ കോമ്പിനേഷൻ്റെ ലാർജസ്റ്റ് വാല്യൂ എപ്പോഴാണ് കിട്ടുക? അവരെ സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. 2 റെസിസ്റ്റേഴ്സ് 1 ഓമും 2 ഓം അവർ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് എഫക്റ്റീവ് വാല്യൂ കിട്ടണമെങ്കിൽ ആ 2 പേരെയും എങ്ങനെ കമ്പയർ ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ 1 ഉം 2 കൂടെ സീരീസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര വരും? 1 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഓം എന്ന് കിട്ടും. ഇപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ യൂസ് ചെയ്ത എല്ലാ റെസിസ്റ്റേഴ്സിനും ഒരേ വാല്യൂ വരുന്നെങ്കിലോ? ഇപ്പോൾ RS ഈസ് ഈക്വൽ ടു RS എന്ന് പറഞ്ഞാൽ R സീരീസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. RS ഈസ് ഈക്വൽ ടു R1 + R2 + R3 എന്നല്ല പഠിച്ചത്. അപ്പോൾ ഈ 3 പേർക്ക് എല്ലാ റെസിസ്റ്റേഴ്സിനും ഒരേ വാല്യൂ വരുന്നെങ്കിലോ? ഇപ്പോൾ 2 പേരാണ്, 2 പേർക്ക് ഒരേ വാല്യൂ R ആണെങ്കിലോ R + R 2R എന്ന് കിട്ടില്ലേ? 3 പേർക്ക് ഒരേ വാല്യൂ ആണെങ്കിലോ എഫക്റ്റീവ് വാല്യൂ R + R + R 3R എന്ന് കിട്ടില്ലേ? 4 റെസിസ്റ്റേഴ്സിന് ഒരേ വാല്യൂ ആണെങ്കിലോ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R + R + R + R 4R എന്ന് കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ 10 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ആ 10 റെസിസ്റ്റേഴ്സിൻ്റെയും വാല്യൂ സെയിം ആണ്, ക്യാപിറ്റൽ R. അവർ സീരീസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്? R + R + R + R അങ്ങനെ 10 ടൈംസ് വരും. ആഡ് ചെയ്യുമ്പോൾ 10R എന്ന് കിട്ടും. അപ്പോൾ 10 വരെ അപ്പോൾ 10R. അപ്പോൾ 20 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 20R എന്ന് കിട്ടും. അപ്പോൾ 30 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 30R എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആകെ N റെസിസ്റ്റേഴ്സ് ഉണ്ട്, N ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R ആണ്. അവരെ സീരീസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R സീരീസ് ഈസ് ഈക്വൽ ടു N × R എന്ന് കിട്ടും. അല്ലെ? R + R + R + R N ടൈംസ് വരും. സോ N × R എന്ന് കിട്ടും. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. സോ ഇഫ് N റെസിസ്റ്റേഴ്സ് each of resistance capital R are connected in parallel, are connected in series, then effective resistance of the combination RS is equal to N × R.
RS is equal to N into R. Combination is RS is equal to N into capital R. ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ 10 വരെയാകുമ്പോൾ 10 ഇൻറ്റു ക്യാപിറ്റൽ ആർ. 10 വരെ ഐഡൻറ്റിക്കൽ ഒരേ റെസിസ്റ്റേഴ്സ് ആയിരിക്കണം. 20 റെസിസ്റ്റേഴ്സ് ആകുമ്പോൾ 20 ഇൻറ്റു ക്യാപിറ്റൽ ആർ. 30 റെസിസ്റ്റേഴ്സ് ആകുമ്പോൾ 30 ഇൻറ്റു ക്യാപിറ്റൽ ആർ. വാട്ട് ഈസ് ക്യാപിറ്റൽ ആർ? അത് അതിനകത്തുള്ള ഓരോ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ ആണ്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ്? സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സീരീസ് കോമ്പിനേഷനകത്ത് എങ്ങനെയാണ് എല്ലാ കമ്പൗണ്ട്സിലൂടെയും എല്ലാ റെസിസ്റ്റേഴ്സിലൂടെയും സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക. എന്നാൽ കൊടുക്കുന്ന വോൾട്ടേജ് അവിടെ സ്പ്ലിറ്റ് ചെയ്തു പോകും. അപ്പോൾ ആകെ കൊടുത്ത വോൾട്ടേജ് വി ആണെങ്കിൽ അവിടെ 3 റെസിസ്റ്റേഴ്സ് R1ഉം R2ഉം R3 ഉണ്ടെന്ന് വിചാരിക്കുക. R1 അക്രോസ് ആയുള്ള വോൾട്ടേജ് V1ഉം R2 അക്രോസ് ആയുള്ള വോൾട്ടേജ് V2ഉം R3 അക്രോസ് ആയുള്ള വോൾട്ടേജ് V3ഉം ആണെങ്കിൽ V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. അവിടെ കൊടുക്കുന്ന വോൾട്ടേജ് പൊട്ടൻഷ്യൽ സ്പ്ലിറ്റ് ചെയ്തും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഇപ്പോഴും സെയിം ആയിട്ട് നിൽക്കും. ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? കറണ്ടിൻ്റെ വാല്യൂ എപ്പോഴും സെയിം. റെസിസ്റ്റൻസിൻ്റെ അല്ല, കറണ്ടിൻ്റെ വാല്യൂ എപ്പോഴും സെയിം ആയിട്ട് നിൽക്കും. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്ററിൽ കൂടിയും ഒരേ കറണ്ടാണ് ഫ്ലോ ചെയ്യുക. പക്ഷേ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഒരു ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം എടുത്തിരിക്കുന്ന 3 റെസിസ്റ്റേഴ്സും 3 ഡിഫറൻറ്റ് റെസിസ്റ്റേഴ്സ് അല്ലേ? R1ഉം R2ഉം R3 ഉണ്ട്. അപ്പോൾ ഇതാണ് സീരീസ് കോമ്പിനേഷൻ്റെ ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. എന്താ ബേസിക് ആയ 2 കാര്യങ്ങൾ? ഫസ്റ്റ് വൺ എന്താ? സീരീസ് കോമ്പിനേഷനകത്ത് എല്ലാ കമ്പൗണ്ട്സിലൂടെയും ഒരേ കറണ്ടാണ് ഫ്ലോ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇൻ സീരീസ് കോമ്പിനേഷൻ ദ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിവൈഡ്സ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആണ്. ഒരു റെസിസ്റ്ററും ഒരു ബൾബും ഒരു ഇലക്ട്രിക് ഹീറ്ററും ഒരു ബൾബും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഒരു ഇലക്ട്രിക് ഹീറ്ററിനും ബൾബിനും റെസിസ്റ്റൻസുകൾ ഡിഫറൻ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ 2 പേരും ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ടാണ് ഡ്രോ ചെയ്യുക. അപ്പോൾ 2 പേരും സീരീസ് ആക്കി വെച്ചാൽ സംഭവിക്കുക ഒരു ഡിവൈസ് ഡാമേജ് ആയിപ്പോവും. ക്ലിയർ അല്ലേ? കാരണം 2 പേർക്കും 2 കറണ്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് സപ്പോസ് ഹീറ്ററിനാണ് കൂടുതൽ കറണ്ട് വേണമെങ്കിൽ ബൾബ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ബൾബ് ഫ്യൂസായി പോയില്ലേ? ഇനി ബൾബിനാണ് കൂടുതൽ കറണ്ട് വേണമെങ്കിലോ ആ ബൾബിന് വേണ്ട കറണ്ടാണ് സർക്യൂട്ട് കൊടുക്കുന്നതെങ്കിലോ അപ്പോൾ അവിടെ ആ ഹീറ്ററിന് ഡാമേജ് ഉണ്ടാവില്ലേ? അപ്പോൾ അതൊരിക്കലും ഇംപ്രാക്ടിക്കലാണ്. 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ സീരീസ് ആയിട്ട്, അതായത് ഒരു ഹീറ്ററിനെയും ഒരു ബൾബിനെയും എല്ലാം സീരീസ് ആയി കണക്ട് ചെയ്യുക എന്നുള്ളത് ഇംപ്രാക്ടിക്കലാണ് അല്ലെ? പ്രാക്ടിക്കലി പറ്റില്ല. ചെയ്യാൻ പറ്റും, പക്ഷേ അതുകൊണ്ട് നമുക്ക് എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ല. ഒരു ഡിവൈസ് ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി സീരീസ് കോമ്പിനേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ കൺട്രോൾ പോസിബിൾ അല്ല. ഞാൻ 10 ബൾബുകളെ സീരീസ് ആക്കി വയ്ക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ ഞാൻ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 10 ബൾബ് ഓഫായി പോകും. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാലോ ആ 10 ബൾബ് ഓണായി പോകും. കാരണം ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ തൊട്ട് മുന്നേ വരച്ച ഫിഗർ നോക്കൂ. ഓക്കെ, ഇതെല്ലാം ഓരോ ബൾബാണെന്ന് വിചാരിക്കുക. ഇതോരോ ബൾബാണെങ്കിൽ ഞാൻ സപ്പോസ് ഇവിടെയാണ് സ്വിച്ച് വയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ആ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ സർക്യൂട്ട് ബ്രേക്ക് ആയില്ലേ? പിന്നെ ഇവിടുത്തെ ഒരു റെസിസ്റ്റർ ഒരു ബൾബും ക്ലോസ് ചെയ്യില്ല. സപ്പോസ് ഞാൻ ഇവിടെ സ്വിച്ച് വയ്ക്കുന്നെങ്കിലോ ആ സ്വിച്ച് ഓഫ് ആക്കിയാലും ഇവിടെ സർക്യൂട്ട് ബ്രേക്ക് ആയില്ലേ? പിന്നെ ഇവിടുത്തെ ഒരു ബൾബും ക്ലോസ് ചെയ്യില്ല. സപ്പോസ് ഞാൻ ഇവിടെ സ്വിച്ച് വയ്ക്കുന്നെങ്കിലോ ആ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാലും എഗൈൻ ഈ സർക്യൂട്ട് ബ്രേക്ക് ആയില്ലേ? അപ്പോൾ വീണ്ടും ആ 3 ബൾബ് കൂടിയും കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ ആ 3 ബൾബും എന്ത് ചെയ്യില്ല? ഗ്ലോ ചെയ്യില്ല. ഈ കാര്യം എപ്പോഴൊന്നും ഓർത്ത് വയ്ക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻഡിവിജ്വൽ കൺട്രോൾ പോസിബിൾ അല്ല. ഇനി സപ്പോസ് ഈ 3 ബൾബുകളിൽ ഏതെങ്കിലും ഒരാൾ ഫ്യൂസായി പോയാലോ എന്തായിരിക്കും സംഭവിക്കുക? 3 ബൾബിൽ ഒരാളെങ്കിൽ ഫ്യൂസായി പോയി. ഞാൻ ബൾബുകളെ സീരീസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ കൺട്രോൾ പോസിബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ബൾബ് B1, ബൾബ് B2, അഗൈൻ ബൾബ് B3. അപ്പോൾ ഇൻഡിവിജ്വൽ കൺട്രോൾ പോസിബിൾ അല്ല എന്ന് പറഞ്ഞു അല്ലേ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാലോ സപ്പോസ് ബൾബ് B1 ഫ്യൂസ് ആയി കഴിഞ്ഞാലും എൻ്റയർ സർക്യൂട്ടും ഓപ്പൺ ആയില്ലേ? അപ്പോൾ ഒരു ബൾബും ക്ലോസ് ചെയ്യില്ല. ബൾബ് B2 ഫ്യൂസ് ആയി കഴിഞ്ഞാലോ അപ്പോഴും ഒരു ബൾബും ക്ലോസ് ചെയ്യില്ല. ബൾബ് B3 ഫ്യൂസ് ആയി കഴിഞ്ഞാൽ അപ്പോഴും ഒരു ബൾബും വർക്ക് ചെയ്യില്ല. അതൊരു ബൾബും ക്ലോസ് ചെയ്യില്ല. അതിനർത്ഥം ഏതെങ്കിലും ഒരു ഡിവൈസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് എൻ്റയർ സർക്യൂട്ടും ഓപ്പൺ ആവും, എൻ്റയർ സർക്യൂട്ടും ബ്രേക്ക് ആവും. പിന്നെ സർക്യൂട്ടിൽ ആരും വർക്ക് ചെയ്യില്ല. ഇതാണ് സീരീസ് കോമ്പിനേഷൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എഗെയിൻ അതുപോലെ തന്നെ ഒരു ഡിവൈസ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഡിവൈസും വർക്ക് ചെയ്യില്ല. അത് നോക്കുക. അപ്പോൾ ഈ ഡെക്കറേഷൻ ലൈറ്റ് നമ്മൾ സാധാരണ ഈ ഇതിനകത്തൊക്കെല്ലാം മാരേജ് ഫംഗ്ഷൻസിനും ഹൗസ് വാമിങ്ങിനും എല്ലാം വീടുകൾ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ?
അപ്പോൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാൻസിങ് ലൈറ്റുകൾ യൂസ് ചെയ്യാറില്ലേ, കുറേ ബൾബുകളുടെ കോമ്പിനേഷൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സീരീസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക, എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം അതിനകത്ത് തൗസൻഡ്സ് ഓഫ് ബൾബുകളെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിനകത്ത് ഏതെങ്കിലും ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ 1000 ബൾബുകളും വർക്ക് ചെയ്യില്ല, ശരിയല്ലേ? അപ്പോൾ ആർക്കാണ് ഡാമേജ് നോക്കി തിരിച്ചറിയാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ബൾബും എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആദ്യത്തെ ബൾബിനാണ് ഡാമേജ് എങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. സപ്പോസ് ഒരു 500th ബൾബിനാണ് ഡാമേജ് എങ്കിലോ അതിന് മുന്നേ വരുന്ന 499 ബൾബുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അവർക്കൊന്നും ഡാമേജ് ഇല്ല, 500th ബൾബിന് ഡാമേജ് വന്നു, ശരിയല്ലേ? അപ്പോൾ ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ സീരീസ് കോമ്പിനേഷൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കൺട്രോൾ പോസിബിൾ അല്ല. ഒരു ഡിവൈസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എൻ്റയർ സർക്യൂട്ടും ബ്രേക്ക് ആയി പോകും. ഓക്കെ അല്ലേ? ഇനി റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയാണ്? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും ലാർജ് വാല്യൂ കിട്ടുക. ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെ സമ്മിന് ഈക്വലാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ സീരീസ് കോമ്പിനേഷനകത്ത് നമ്മൾ ബേസിക്കലി ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സീരീസ് കോമ്പിനേഷനകത്ത് എല്ലാ കമ്പൗണ്ട്സിനകത്തോടെയും സെയിം എമൗണ്ട് ഓഫ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. കൊടുക്കുന്ന പൊട്ടൻഷ്യൽ മാത്രം എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12.7. An electrical lamp whose resistance is 20 ohm and a conductor of 4 ohm resistance are connected to a 6-volt battery. Calculate the total resistance of the circuit, the current through the circuit, and the potential difference across the electric lamp and conductor. For electric lamp and resistance 20 ohm and a conductor of 4 ohm resistance are connected to 6-volt battery. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക് ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 20 ohm ആണ്. ബൾബിൻ്റെ റെസിസ്റ്റൻസ് 4 ohm ആണ്. ആ രണ്ടുപേരും സീരീസ് ആക്കി വെച്ചു ടു എ 6-volt ബാറ്ററി. 6-volt ബാറ്ററിയെ കണക്ട് ചെയ്തു. കാൽക്കുലേറ്റ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഞാൻ R1 എന്നും ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ R2 എന്നും മാർക്ക് ചെയ്യാണെന്ന് വിചാരിക്കുക. ഈ R1ഉം R2 എങ്ങനെ സീരീസ് ആണോ പാരലാണോ? സീരീസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് എന്തായിരിക്കും? R series is equal to R1 plus R2 which is equal to 4 plus 20 equal to 24 ohm എന്ന് കിട്ടും. ഇതാണ് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? കാൽക്കുലേറ്റ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. റെസിസ്റ്റൻസിൻ്റെ ആദ്യത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 4 ohm ആണ്. ബൾബിൻ്റെ റെസിസ്റ്റൻസ് 20 ohm ആണ്. രണ്ടുപേരും സീരീസ് ആയതുകൊണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 4 plus 20 is equal to 24 ohm കിട്ടും. രണ്ടാമത്തത് ദി കറണ്ട് ത്രൂ ദി സർക്യൂട്ട്. സർക്യൂട്ടിലെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ബി. ഇത് സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓംസിനനുസരിച്ച് I is equal to പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് അല്ലേ? ഇവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ RS അല്ലേ? അപ്പോൾ I equal to V by RS. അപ്പോൾ V എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലേക്ക് കൊടുത്ത വോൾട്ടേജും RS സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസും ആണെങ്കിൽ ആ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ I equal to V by RS ആണ്. ഈക്വൽ ടു 6 divided by 24 equal to 1 divided by 4 which is equal to 0.25 ampere. അപ്പോൾ ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ കിട്ടി. അത് എത്രയാണ്? 0.25 ampere ആണ്. ഓക്കെ, ക്ലിയർ? ഇനി വേണ്ട എന്തായിരുന്നു? ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇലക്ട്രിക് ലാമ്പ് ആൻഡ് കണ്ടക്ടർ. ഇലക്ട്രിക് ലാമ്പിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കണ്ടുപിടിക്കണം. ആ ലാമ്പിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കണ്ടുപിടിക്കണം. ഈ ഇലക്ട്രിക് ലാമ്പും ബൾബും സീരീസ് അല്ലേ? അപ്പോൾ ആ രണ്ടിലൂടെയും ഒരേ എമൗണ്ട് ഓഫ് കറണ്ടല്ലേ ഫ്ലോ ചെയ്യുക. രണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? 0.25 ampere ആണ്. ഇപ്പോൾ ഈ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ആ ഓംസിലും അനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V is equal to I into R എന്ന് എഴുതാം. V is equal to I into R എന്ന് എഴുതാം. I ഫ്ലോ ചെയ്യുന്ന കറണ്ടും ആ റെസിസ്റ്റൻസുമാണെങ്കിൽ ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പിൻ്റെ വാല്യൂ V is equal to IR ആണ്. അപ്പോൾ ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇലക്ട്രിക് ലാമ്പ് നോക്കാം. സി ഓപ്ഷൻ ആണ് കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് across the electric lamp.
അക്രോസ് ദി ഇലക്ട്രിക് ലാമ്പ്. ഓക്കെ അല്ലേ? ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് R220 അല്ലേ? അതിനെ V2 എന്ന് എഴുതാം കേട്ടോ. ഫിഗറിനകത്ത് മാർക്ക് ചെയ്യാം. ഈ ഇലക്ട്രിക് ലാമ്പിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഞാൻ V2 എന്നാണ് മാർക്ക് ചെയ്യുന്നത്. റെസിസ്റ്റർ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ V1 എന്നാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു ഇത് ഓംസ് ലോ അനുസരിച്ച് V2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R2 അല്ലേ? കാരണം R2 ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇത് തന്നെയാണ്. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R2 എന്ന് എഴുതാം. I ഇൻറ്റു R2 0.25 ഇൻറ്റു എത്ര R2ൻ്റെ വാല്യൂ? R2ൻ്റെ വാല്യൂ 20 അല്ലേ? 0.25 ഇൻറ്റു again R2. What is the value of R2? R2 is equal to 20. 0.25 into 20 equal to 5 ampere എന്ന് കിട്ടും. Equal to 5 ampere. അപ്പോൾ ബൾബിലൂടെ ഫ്ലോ ചെയ്ത് 5 വോൾട്ട് ആണ് കേട്ടോ. കാരണം ബൾബ് ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ 0.25ഉം അവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 20ഉം ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ഇലക്ട്രിക് ലാമ്പ് എന്ന് പറഞ്ഞാൽ V2 ഈക്വൽ I ഇൻറ്റു R2 ഈക്വൽ 0.25 20 വിച്ച് ഇസ് ഈക്വൽ ടു 5 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കണ്ടക്ടർ. Difference across the conductor and figure out the V1 എന്നല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്. V1 is equal to I ഇൻറ്റു R1 എഴുതി കൂടെ. കാരണം ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ഇത് തന്നെയല്ലേ? റെസിസ്റ്റൻസ് R1 അല്ലേ? R1ൻ്റെ വാല്യൂ 4 ohm ആണ് അല്ലേ? ഇവിടെ V1 is equal to I ഇൻറ്റു R1 ആണ്. R1ൻ്റെ വാല്യൂ 4 ohm ആണ്. അപ്പോൾ I ഇൻറ്റു R1 ഈക്വൽ ടു എത്ര? ഐയുടെ വാല്യൂ 0.25 ആണ് ഇൻറ്റു 4 വിച്ച് ഇസ് ഈക്വൽ ടു 1 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ 1 വോൾട്ടും എഗെയിൻ ആ ലാമ്പിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ 5 വോൾട്ടുമാണ്. സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താ? കൊടുക്കുന്ന പൊട്ടൻഷ്യൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ബൾബിന് അക്രോസ് ആയിട്ട് 5 വോൾട്ടും ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് 1 വോൾട്ടും വന്നു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ പൊട്ടൻഷ്യൽ എത്ര? 6 വോൾട്ടാണ്. ഈ സർക്യൂട്ടിലേക്ക് എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്ത്? ഫിഗർ നോക്കൂ. 6 വോൾട്ടല്ലേ അപ്ലൈ ചെയ്ത്. ആ 6 വോൾട്ടല്ലേ ഇപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയത്. ഒരു പോർഷൻ അതായത് 5 വോൾട്ട് ബൾബിലൂടെയും ശരിയാണ്, ബാക്കി 1 വോൾട്ട് ആ റെസിസ്റ്ററിനകത്തൂടെയും പാസ് ചെയ്ത് പോയി. അപ്പോൾ V ഈക്വൽ ടു V1 പ്ലസ് V2 അല്ലേ? നമ്മൾ നേരത്തെ ഇക്വേഷനാണ്. കൊടുത്ത പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അല്ലെങ്കിൽ വേറെ ഉത്തരം കൊണ്ട് ചെയ്യാൻ. V ഈക്വൽ കൊടുത്ത പൊട്ടൻഷ്യൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയത്, അതിൽ ബൾബിന് അക്രോസ് ആയിട്ട് 5 വോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ബാക്കി എത്രയുണ്ട്? ബാക്കി 1 വോൾട്ട് അല്ലേ? ആ 1 വോൾട്ട് എവിടെ വരും? അത് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് R1 അക്രോസ് ആയിട്ട് വരും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഡ്രോ എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ ബാറ്ററി ഓഫ് 3 cells of 2 volt each, a 5 ohm resistor, an 8 ohm resistor and a 12 volt resistor and a plug key, all connected in series. Draw an ammeter to measure the current through the resistors and a voltmeter to measure the potential difference across the 12 ohm resistor. What would be the reading in the ammeter and the voltmeter? അപ്പോൾ ഒരു ലേബലിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ബാറ്ററി ഓഫ് 3 cells ഈച്ച് ഓഫ് 2 volt. 2 volt EMF വരുന്ന 3 സെല്ലുകളുടെ കോമ്പിനേഷൻ ആയ ഒരു ബാറ്ററി, പിന്നെ എ 5 ohm റെസിസ്റ്റർ, ഒരു 5 ohm റെസിസ്റ്റർ, ആൻഡ് 8 ohm റെസിസ്റ്റർ ആൻഡ് എ 12 ohm റെസിസ്റ്റർ ആൻഡ് എ പ്ലഗ് കീ, ഓൾ കണക്ട് ഇൻ സീരീസ്. ഇവരെല്ലാം സീരീസായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 5 ohm റെസിസ്റ്ററിനും 8 ohm റെസിസ്റ്ററും 12 ohm റെസിസ്റ്ററും ഒരു പ്ലഗ് കീയും സീരീസ് ആക്കി ഒരു ബൾബ് ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നു, ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ എത്രയാണ്? അത് 3 cells of 2 volt, 2 വോൾട്ടുള്ള 3 സെല്ലുകളുടെ കോമ്പിനേഷനാണ്. ദെൻ ഡ്രോ ആൻ അമ്മീറ്റർ ടു മെഷർ ദി കറണ്ട് ത്രൂ ദി റെസിസ്റ്റേഴ്സ്. ആ റെസിസ്റ്റേഴ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ അമ്മീറ്റർ വരയ്ക്കണം. ആൻഡ്
എ വോൾട്ട്മീറ്റർ ടു മെഷർ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി 12 ohm റെസിസ്റ്റർ. ആ 12 ohm റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി വോൾട്ട്മീറ്റർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വോൾട്ട്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ വോൾട്ട്മീറ്ററിൻ്റെ കാര്യം ഓക്കെ ആയി. ഒരു അമ്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അമ്മീറ്ററിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനിയുള്ളത് വോൾട്ട്മീറ്ററാണ്. വോൾട്ട്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ പാരലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് രണ്ട് പോയിൻറ്റ്സിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ മെഷർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഡിവൈസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ മെഷർ ചെയ്യേണ്ടത്, ആ ഡിവൈസിന് പാരലായിട്ടാണ് ആര് കണക്ട് ചെയ്യേണ്ടത്, വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ആ വോൾട്ട്മീറ്റർ 12 ohm റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12 ohm റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ വോൾട്ട്മീറ്റർ എവിടെ കണക്ട് ചെയ്യണം? ആ 12 ohm റെസിസ്റ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഫിഗർ നോക്കൂ, ഇതാ ഈ 12 ohm റെസിസ്റ്ററിന് പാരലായിട്ടാണ് നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അമ്മീറ്റർ നമ്മൾ ഈ സർക്യൂട്ടിനകത്ത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കീ യൂസ് ചെയ്തിട്ടുണ്ട്. എഗൈൻ ബാക്കി രണ്ട് റെസിസ്റ്റേഴ്സ് 5 ഉം 8 ഉം ഉണ്ട്, എഗൈൻ 12 ohm ഉണ്ട്. ഇതാണ് സർക്യൂട്ട്. ഓക്കെ അല്ലേ? സർക്യൂട്ട് നമുക്കൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം. എന്തായാലും ആ ക്വസ്റ്റനിൽ പറഞ്ഞ പോലെ തന്നെ അത് 5 ohm ഉം 8 ohm ഉം 12 ohm ഉം പാരലൽ, സീരീസ്. സീരീസ് 5, 8 and 12. Again ഒരു ബാറ്ററി യൂസ് കൺസിസ്റ്റ് ഓഫ് 2 volt സെല്ല്. അപ്പോൾ ടോട്ടൽ എത്രയായി? 6 volt ആയി. ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു, ഒരു പ്ലഗ് കീ കണക്ട് ചെയ്യുന്നു. സർക്യൂട്ട് ക്ലിയർ ആയില്ലേ? ഇനി ആ 12 volt റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ആ 12 voltന് പാരലായിട്ട് ഒരു വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യുന്നു. ഇതാണ് സർക്യൂട്ടിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം, സർക്യൂട്ട് ഡയഗ്രാം. 5 ohm, 8 ohm and 12 ohm. അപ്ലൈഡ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 6 volt. കാരണം 2 volt വരുന്ന 3 സെല്ലുകളുടെ കോമ്പിനേഷനാണ്. അപ്പോൾ 2 + 2 + 2 6 volt വരും. ഇങ്ങനെ കീ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ വോൾട്ട്മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ അമ്മീറ്ററിലൂടെ ഈ സർക്യൂട്ടിലെ എൻ്റയർ കറണ്ട് ഫ്ലോ ചെയ്യില്ലേ? അപ്പോൾ ആദ്യം സർക്യൂട്ടിലെ എൻ്റയർ കറണ്ട് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എടുക്കേണ്ടി വരും. ഓക്കെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കാം. ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു equal to 5 plus 8 plus 12. 5 plus 8 plus 12 ശരിയാണോ? 5 ohm, 8 ohm, 12 ohm സീരീസ് ആക്കി വെച്ചിരിക്കുന്നു അല്ലേ? 3 വാല്യൂസ് കറക്റ്റ് അല്ലേ? 5 ohm, 8 ohm and 12 ohm. അപ്പോൾ 12 plus 8 20, 20 plus 5 25 ohm. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 25 ohm എന്ന് കിട്ടും. ഇനി സർക്യൂട്ടിലൂടെ ഐ എന്നൊരു കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ I is equal to V divided by effective resistance അല്ലേ? V by R effective. ഇത്ര വിയുടെ വാല്യൂ 6 volt. അപ്പോൾ 6 divided by 25 അത്രയും ആംബിയർ. അപ്പോൾ ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ കിട്ടി. I is equal to 6 by 25 ആംബിയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കറണ്ടാണ് ഏതിലൂടെ പാസ് ചെയ്ത് പോകുന്നത്? ഈ കറണ്ടാണ് ആക്ച്വലി ഈ അമ്മീറ്റർ കൂടെ പാസ് ചെയ്യുക. അപ്പോൾ അമ്മീറ്റർ റീഡിങ് കിട്ടിയില്ലേ? 6 by 25. 6 by 25യുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ 6 divided by 25 അല്ലേ? 6 divided by 25 equal to 0.24 ആംബിയർ. ആംബിയർ. ഓക്കെ അല്ലേ? ഇനി വേണ്ടത് ഈ വോൾട്ട് മീറ്റർ റീഡിംഗ് ആണ് വേണ്ടത്. ആ വോൾട്ട് മീറ്റർ 12 ohm റെസിസ്റ്ററിന് പാരലായിട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോൾട്ട് മീറ്റർ കാണിക്കുക 12 ohm റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ റെസിസ്റ്റേഴ്സിനെയൊക്കെ ഇതിനെ R1 എന്നും ഇതിനെ R2 എന്നും ഇതിനെ R3 എന്ന് മാർക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ R3 എന്ന് പറഞ്ഞാൽ 12 ohm അല്ലേ? അപ്പോൾ 12 ohm റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ആ വോൾട്ട് മീറ്റർ റീഡിങ്. അത് കണ്ടുപിടിക്കാൻ ആ ട്യൂബിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂവും അറിയാം, ആ 12 ohmൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും അറിയാം. അപ്പോൾ V equal to I into R3 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ? R3യുടെ വാല്യൂ 12 ohm ആണ്. സോ വോൾട്ട് മീറ്റർ റീഡിങ് ഇതാണ് അമ്മീറ്റർ റീഡിങ് കേട്ടോ. അത് അമ്മീറ്റർ റീഡിങ് ആണ്. ഇനി അടുത്ത് വോൾട്ട് മീറ്റർ റീഡിങ് V is
ഈസ് ഈക്വൽ ടു I ഇൻറ്റു R3. 0.24 ഇൻറ്റു എത്ര R3യുടെ വാല്യൂ 12. 0.24 ഇൻറ്റു 12. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം. 0.24 ഇൻറ്റു 12 ഈക്വൽ 2.88 വോൾട്ട് എന്ന് കിട്ടും. 2.88 വോൾട്ട്. 2.88 വോൾട്ട്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത മെത്തേഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു അമ്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഒരു വോൾട്ട് മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ എന്ത് ചെയ്യണം? പാരലായിട്ട് കണക്ട് ചെയ്യണം. സീരീസ് കോമ്പിനേഷനകത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. പാരലൽ കോമ്പിനേഷനകത്തോ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് സംഭവിക്കുക, പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്ത് പോകണം ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സർക്യൂട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ സർക്യൂട്ടിനകത്ത് 3 റെസിസ്റ്റേഴ്സിനെ സീരീസായി കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ഓമും 8 ഓമും 12 ഓമും. എഗെയിൻ അതിനകത്ത് ആ 12 വോൾട്ട് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാനും സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അമ്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അമ്മീറ്റർ കണക്ട് ചെയ്തു. ഇനി 12 വോൾട്ട് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വേണ്ടെങ്കിൽ ആ 12 വോൾട്ട് റെസിസ്റ്ററിന് പാരലായിട്ട് നമ്മൾ വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യും. ഇനി സപ്പോസ് ക്വസ്റ്റിനകത്ത് 5 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വേണ്ടെങ്കിലോ, അങ്ങനെ 5 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ക്വസ്റ്റിനിൽ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ 5 ഓമിന് പാരലായിട്ടായിരിക്കും വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ കാണിക്കുക 5 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. ഇനി 8 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വേണ്ടെങ്കിലോ, നമ്മൾ 8 ഓമിന് പാരലായിട്ടായിരിക്കും വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. അപ്പോൾ ആ വോൾട്ട് മീറ്റർ കാണിക്കുന്നത് 8 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഈ മൂന്ന് വോൾട്ട് മീറ്റർ റീഡിങ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ വാല്യൂ കിട്ടണം? ഈ കൊടുത്ത 6 വോൾട്ട് കിട്ടണം. അത് നമ്മൾ നേരത്തെ ചെയ്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ അവിടെ 3 പേരും കൂടെ ഡിവൈഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വാല്യൂ കിട്ടണം? ഈ 6 വോൾട്ട് എന്നുള്ള വാല്യൂ കിട്ടണം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. ഈ റെസിസ്റ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ സീരീസ് കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞു. സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താ? എല്ലാ റെസിസ്റ്ററിലൂടെയും സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക. കൊടുക്കുന്ന വോൾട്ടേജ് മാത്രം സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് കിട്ടും. അങ്ങനെ നമ്മൾ ഇക്വേഷൻ V ഈക്വൽ ടു V1 + V2 + V3 എന്ന് എഴുതി. ഇവിടെ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ എങ്ങനെയാണ് കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാലേ. ഇവിടെ നോക്കൂ, 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1ഉം R2ഉം R3ഉം. 3 റെസിസ്റ്റേഴ്സ് R1ഉം R2ഉം R3ഉം. ആ 3 പേരെയും പാരലായി കണക്ട് ചെയ്തിരിക്കുകയല്ലേ. ആ 3 പേരുടെയും ഒരെൻഡ് കോമൺ ആയി X എന്ന് പറയുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടില്ലേ. ഈ 3 ആളുടെയും ഒരെൻഡ് കോമൺ ആയിട്ട് Xലേക്ക് കണക്ട് ചെയ്തു. രണ്ടാമത്തെ എൻഡ് കോമൺ ആയിട്ട് Yലേക്ക് കണക്ട് ചെയ്തു. ആ Xനും Yക്കും ഇടയ്ക്ക് ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ വോൾട്ടേജ് ഞാൻ ജസ്റ്റ് V എന്നങ്ങ് മാർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. V എന്ന് മാർക്ക് ചെയ്യാൻ പോകണം. ഒരു കീ ഉണ്ട്, ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വോൾട്ട് മീറ്റർ Xനും Yക്കും അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വോൾട്ട് മീറ്റർ ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് ആണ് കാണിക്കുക. അതിനകത്ത് Lനും Mനും അക്രോസ് ആയിട്ടാണ് R1 കണക്ട് ചെയ്യുന്നത്. Pനും Qനും ഇടയ്ക്കാണ് R2 കണക്ട് ചെയ്യുന്നത്. Sനും Tക്കും ഇടയ്ക്ക് R3 കണക്ട് ചെയ്യുന്നു. അപ്പോൾ R1ൻ്റെ ഒരെൻഡ് Lലും രണ്ടാമത്തെ എൻഡ് Mലുമാണ്. R2ൻ്റെ ഒരെൻഡ് Pയിലും രണ്ടാമത്തെ എൻഡ് Qയിലുമാണ്. R3യുടെ ഒരെൻഡ് Sലും രണ്ടാമത്തെ എൻഡ് Tയിലുമാണ്. ആ Lലും Pയും Sഉം Xലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. Mഉം Qയും Tയും Yലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എഗെയിൻ വോൾട്ട് മീറ്ററിൻ്റെയും ഒരെൻഡ് Xലും പോസിറ്റീവ് എൻഡ് Xലും നെഗറ്റീവ് എൻഡ് Yലും ഉണ്ട്. ഒരു അമ്മീറ്ററും സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ട്, ഒരു കീ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ലേ. ആ ഫ്ലോ ചെയ്ത കറണ്ടിൻ്റെ വാല്യൂ I ആണ്. നമ്മൾ ചെയ്യുന്നത് ഈ അമ്മീറ്റർ ഉപയോഗിച്ച് ആ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഈ അമ്മീറ്റർ റീഡിങ് എടുത്തു. അപ്പോൾ അമ്മീറ്റർ ആ കറണ്ടിൻ്റെ വാല്യൂ കാണിക്കില്ലേ. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, എഗെയിൻ നമ്മൾ ഈ വോൾട്ട് മീറ്റർ റീഡിങ് എടുത്തു. ആ വോൾട്ട് മീറ്റർ ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജല്ലേ കാണിക്കുക. അപ്പോൾ ആ വോൾട്ട് മീറ്റർ റീഡിങ് എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ കൊടുത്ത സെല്ലിൻ്റെ വോൾട്ടേജ് എന്താണോ അത് തന്നെ ഇവിടെ കാണാൻ പറ്റിയത്. ആ കൊടുത്ത സെല്ലിൻ്റെ വോൾട്ടേജ് ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ്. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കൊടുത്ത സെല്ലിൻ്റെ വോൾട്ടേജ് അല്ലേ. ആ വോൾട്ടേജ് ആയിരിക്കും ഈ വോൾട്ട് മീറ്റർ കാണിച്ചത്. എഗെയിൻ അമ്മീറ്റർ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടിൻ്റെ വാല്യൂ കാണിച്ചു. ഇനി നമ്മൾ ചെയ്തത് ഈ സർക്യൂട്ട് ഇങ്ങനെ ആക്കി. അപ്പോൾ ഇവിടെ ആക്ച്വലി ചെയ്തിരിക്കുന്നത് എന്താ? ഈ സർക്യൂട്ടിനകത്ത് ഇപ്പോൾ നേരത്തുള്ള അതേ സർക്യൂട്ട് തന്നെയായിരുന്നു. അതിൻ്റെ റെസിസ്റ്റൻസ് വരുന്ന പോർഷൻ മാത്രം വരച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പോർഷൻ റെസിസ്റ്റൻസ് ഈ ഒരു പോർഷൻ മാത്രം വരച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ആ അമ്മീറ്റർ എടുത്തിട്ട് ആ ഫസ്റ്റ് റെസിസ്റ്ററുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അമ്മീറ്റർ ഫസ്റ്റ് റെസിസ്റ്ററുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അമ്മീറ്റർ റീഡിങ് എടുത്തു. അപ്പോൾ നമുക്ക് I1 എന്നൊരു വാല്യൂ കിട്ടി. എഗെയിൻ ഒരു വോൾട്ട് മീറ്റർ ആ ഫസ്റ്റ് റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു.
അപ്പോൾ നമുക്ക് നേരത്തെ വോൾട്ട് മീറ്റർ ഏത് റീഡിംഗ് ആണോ കാണിച്ചത് അതേ റീഡിംഗ് ആണ് ഇപ്പോഴും കിട്ടിയത്. അപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ കേസിൽ നേരത്തെ വോൾട്ട് മീറ്റർ ഇങ്ങനെ വെച്ചപ്പോൾ കാണിച്ചത് ഏത് റീഡിംഗ് ആണോ അതേ റീഡിംഗ് ആണ് ഇപ്പോഴും കിട്ടിയത്. നേരത്തെ ഏത് റീഡിംഗ് കാണിച്ചത്? ഈ കൊടുത്ത സെല്ലിൻ്റെ വോൾട്ടേജ് വോൾട്ട് മീറ്റർ കാണിച്ചത്. ഇപ്പോഴും അതേ റീഡിംഗ് തന്നെ കിട്ടിയത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താ? ഈ അമ്മീറ്ററിനെ ഇവിടെ കണക്ട് ചെയ്യാൻ പോകണം. അമ്മീറ്റർ നമ്മൾ നേരെ മാറ്റി ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇവിടെ കണക്ട് ചെയ്യുന്നു. എഗൈൻ വീണ്ടും വോൾട്ട് മീറ്ററിനെ ഈ രണ്ടാമത്തെ റെസിസ്റ്ററിന് പാരലായിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു. എഗൈൻ വീണ്ടും നമ്മൾ വോൾട്ട് മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും എടുക്കുന്നു. അപ്പോൾ വോൾട്ട് മീറ്റർ വീണ്ടും കാണിച്ച ഏത് റീഡിങ്ങാണ്? നേരത്തെ കാണിച്ച അതേ റീഡിങ് കാണിച്ചത് അല്ലേ? നേരത്തെ കിട്ടിയ അതേ റീഡിങ്ങാണ് വോൾട്ട് മീറ്റർ ഇപ്പോഴും കാണിച്ചത്. എഗൈൻ കറണ്ടിൻ്റെ വാല്യൂ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് R1 സീരീസ് ആയിട്ട് അമ്മീറ്റർ വെച്ചപ്പോൾ കിട്ടിയ കറണ്ടിന് I1 എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. എഗൈൻ R2 സീരീസ് ആയിട്ട് ഇത് R1 ഇത് R2. R2 സീരീസ് ആയിട്ട് അമ്മീറ്റർ വെച്ചപ്പോൾ കിട്ടിയ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് I2 എന്നാണ് കിട്ടിയത്. എഗൈൻ വീണ്ടും നമ്മൾ ചെയ്യുന്നത് എഗൈൻ ഈ അമ്മീറ്ററിനെ നേരെ ഇവിടെ കണക്ട് ചെയ്തു. എഗൈൻ വോൾട്ട് മീറ്ററിനെ ഇവിടെ കണക്ട് ചെയ്തു. എഗൈൻ വീണ്ടും റീഡിങ് എടുത്തു. അപ്പോൾ വോൾട്ട് മീറ്റർ വീണ്ടും പഴയ റീഡിങ് തന്നെ കാണിച്ചത്. അത് ഏറ്റവും ആദ്യം വോൾട്ട് മീറ്റർ ഏത് റീഡിംഗ് ആണോ കാണിച്ചത് അതേ റീഡിംഗ് ആണ് ഇപ്പോഴും വോൾട്ട് മീറ്റർ കാണിച്ചത്. എഗൈൻ അമ്മീറ്റർ I3 എന്നുള്ള പുതിയൊരു വാല്യൂ കാണിച്ചു. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റിയ എന്താ? ഈ വോൾട്ട് മീറ്റർ ഈ 3 കേസിലും നേരത്തെ കാണിച്ച അതേ റീഡിംഗ് തന്നെ കാണിച്ചു. അതിനർത്ഥം കൊടുക്കുന്ന വോൾട്ടേജ് എല്ലാ റെസിസ്റ്ററിലും സെയിം ആയി കിട്ടി അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ കൊടുത്ത വോൾട്ടേജ് V അല്ലേ? സെല്ലിൻ്റെ വോൾട്ടേജ് അല്ലേ? അതിലെ വോൾട്ട് മീറ്റർ കാണിച്ചത്. അപ്പോൾ ഇവിടെയും ആ വോൾട്ട് മീറ്ററിൻ്റെ റീഡിംഗ് സെയിം തന്നെ വന്നു. അതിനർത്ഥം പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ കൊടുക്കുന്ന വോൾട്ടേജ് സെയിം ആണ്. എല്ലാ റെസിസ്റ്ററിനും അക്രോസ് ആയുള്ള വോൾട്ടേജ് സെയിം ആണ്. പക്ഷേ കറണ്ടിൻ്റെ വാല്യൂ എങ്ങനെയാണ്? കറണ്ടിൻ്റെ വാല്യൂ ആദ്യം കാണിച്ച വാല്യൂ അല്ല കാണിച്ചത്. 3 കേസിലും I1 I2 I3 3 വാല്യൂസ് കിട്ടി. പക്ഷേ ഈ 3 കൂടെ ആഡ് ചെയ്തപ്പോൾ ഏത് വാല്യൂ കിട്ടി? നേരത്തെ കാണിച്ച അതേ വാല്യൂ കിട്ടി. സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടിൻ്റെ വാല്യൂ കിട്ടി. ക്ലിയർ ആണോ? അതിനർത്ഥം എന്താ? ഇവിടെ നിന്ന് ഫ്ലോ ചെയ്ത കറണ്ട് ഈ ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി. ഇങ്ങോട്ട് I1 ഇങ്ങോട്ട് I2 ഇങ്ങോട്ട് I3 സ്പ്ലിറ്റ് ചെയ്തു പോയി. ആ 3 കൂടെ ചേർന്ന് ഏത് കറണ്ടാവും? I എന്നുള്ള കറണ്ടായിട്ട് മാറി. അത് നമുക്ക് ഈ വോൾട്ട് മീറ്റർ അമ്മീറ്റർ റീഡിംഗ് മനസ്സിലായതാണ്ടോ? ഈ I1 ഈ I2 I3 I1 ഈ R1 കൂടെ പാസ് ചെയ്ത് വന്ന കറണ്ടായിരുന്നു. എഗൈൻ I2 എന്ന് പറയുന്നത് ഈ R2 പാസ് ചെയ്ത് വന്ന കറണ്ടായിരുന്നു. I3 R3 കൂടെ പാസ് ചെയ്യുന്ന കറണ്ടായിരുന്നു. അത് 3 കൂടെ ആഡ് ചെയ്തപ്പോൾ ഏത് വാല്യൂ കിട്ടിയത്? സർക്യൂട്ടിൽ ടോട്ടൽ എത്ര കറണ്ടാണോ ഫ്ലോ ചെയ്ത് ആ കറണ്ടിൻ്റെ വാല്യൂ തന്നെ കിട്ടി. അതിനർത്ഥം ഒരു പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ കൊടുക്കുന്ന കറണ്ട് സ്പ്ലിറ്റായി പോയി. പക്ഷേ കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ വോൾട്ടേജിൻ്റെ വാല്യൂ എന്തായിരുന്നു? സെയിം ആയിരുന്നു. സീരീസ് കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം ആയിരുന്നു, വോൾട്ടേജ് സ്പ്ലിറ്റായി പോയി. പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് സെയിം ആണ്, പക്ഷേ കറണ്ട് സംഭവിച്ചു കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എഴുതാം. ഇൻ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് parallel combination of resistors voltage across each resistor is same. Voltage potential difference across each resistor is same, but the current divides. പക്ഷേ കറണ്ട് എന്ത് ചെയ്തു? കറണ്ട് ഡിവൈഡ് ചെയ്തു പോയി. വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം, ബട്ട് ദി കറണ്ട് ഡിവൈഡ്സ്. അപ്പോൾ എല്ലാ റെസിസ്റ്ററിലെയും വോൾട്ടേജിൻ്റെ വാല്യൂ സെയിം ആണ്, കൊടുത്ത കറണ്ട് മാത്രം 3 സ്പ്ലിറ്റ് ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ കറണ്ടിനെ I = I1 + I2 + I3 എന്ന് എഴുതിക്കൂടെ? സോ ടോട്ടൽ കറണ്ടിനെ I = I1 + I2 + I3 എന്ന് എഴുതാം. I = I1 + I2 + I3. ക്ലിയർ അല്ലേ? എന്താ I1? I1 R1 പാസ് ചെയ്ത് വന്ന കറണ്ടാണ്. എന്താ I2? I2 R2 പാസ് ചെയ്ത് പോകുന്ന കറണ്ടാണ്. I3യോ? I3 R3 പാസ് ചെയ്ത് പോകുന്ന കറണ്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഓംസ് ലോ അനുസരിച്ച് ഈ I1 I2 I3 കണ്ടുപിടിക്കാമല്ലോ. സോ ബൈ ഓംസ് ലോ
ബൈ ഓംസ് ലോ I1 ഈസ് ഈക്വൽ ടു എത്ര I1 ഓംസ് ലോ അനുസരിച്ച് I ഈസ് ഈക്വൽ ടു V/R അല്ലേ. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു I1 R1ലൂടെ പാസ് ചെയ്ത് പോയ കറണ്ടാണ്. അപ്പോൾ R1ലെ വോൾട്ടേജിനെ R1ന്റെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. R1ലെ വോൾട്ടേജ് എത്രയാണ്? V തന്നെയല്ലേ. അപ്പോൾ V ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? R1. അപ്പോൾ I1 ഈക്വൽ ടു V/R1. ഇനി I2ൻ്റെ വാല്യൂ എന്തായിരുന്നു? I2 ഈസ് ഈക്വൽ ടു I2 R2ലൂടെ പാസ് ചെയ്ത് പോയ കറണ്ട് അല്ലേ. നോക്കൂ, R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ V തന്നെയല്ലേ. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എഗൈൻ R2ൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R2 തന്നെയല്ലേ. അപ്പോൾ I2 ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R2. ഇനി I3 വേണം. എന്താണ് I3യുടെ വാല്യൂ? I3 ഈസ് ഈക്വൽ ടു I3 എന്ന് പറയുന്നത് ഈ R3ലൂടെ പാസ് ചെയ്ത് പോയ കറണ്ട് അല്ലേ. എഗൈൻ R3ക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ V അല്ലേ. R3യുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R3 തന്നെയല്ലേ. അപ്പോൾ I3 ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R3 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ I ഈസ് ഈക്വൽ ടു V/R1 പ്ലസ് V/R2 പ്ലസ് V ഡിവൈഡ് ബൈ R3 എന്ന് കിട്ടും. I ഈക്വൽ ടു V/R1 പ്ലസ് V/R2 പ്ലസ് V/R3. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 3 റെസിസ്റ്റേഴ്സും കൂടെ പാരലായി കണക്ട് ചെയ്യുന്നതിന് പകരം ആ 3 പേരും കൂടെ പാരലായി കണക്ട് ചെയ്യുമ്പോൾ ഏത് എഫക്റ്റ് ആണോ കിട്ടുന്നത് അതേ എഫക്റ്റ് തരുന്നൊരു സിംഗിൾ റെസിസ്റ്റർ വെച്ച് ആ 3 പേരുടെയും കൂടെ പാരലൽ കോമ്പിനേഷൻ റീപ്ലേസ് ചെയ്യാൻ പോകണം. ഈ 3 പേരെയും കൂടെ പാരലായി കണക്ട് ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ റെസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ആ സിംഗിൾ റെസിസ്റ്ററിൻ്റെ പ്രത്യേകത എന്താ? ഈ 3 പേരെയും കൂടെ കമ്പൈൻഡായി കണക്ട് ചെയ്തപ്പോൾ, പാരലായി കണക്ട് ചെയ്തപ്പോൾ ഏത് എഫക്റ്റ് ആണോ സർക്യൂട്ടിൽ വന്നത് അതേ എഫക്റ്റ് ആർക്ക് തരാൻ പറ്റണം? ആ സിംഗിൾ റെസിസ്റ്ററിന് തരാൻ പറ്റണം. അപ്പോൾ ആ സിംഗിൾ റെസിസ്റ്ററിനെ ഈ 3 പേരുടെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൂടെ, അല്ലെങ്കിൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൂടെ. ഞാൻ ഫിഗർ മാറ്റി വരയ്ക്കാൻ പോണ്. ആ 3 പേരുടെയും കൂടെ പാരലൽ കോമ്പിനേഷന് പകരം അവരുടെ കമ്പൈൻഡ് എഫക്റ്റ് വരുന്ന സിംഗിൾ റെസിസ്റ്റർ വെച്ച് സർക്യൂട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സർക്യൂട്ട് ഇങ്ങനെ വരും. again അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഞാൻ RP എന്ന് എഴുതുന്നു. RP എന്ന് പറഞ്ഞാൽ R പാരലൽ അല്ലെ, പാരലൽ കോമ്പിനേഷൻ എഫക്റ്റീവ് വാല്യൂ ആണ്. again ആ 3 പേരും കൂടെ പാരലാക്കി വെക്കുമ്പോൾ അതേ എഫക്റ്റ് എപ്പോഴും കിട്ടുന്നത്. അതിനർത്ഥം സെയിം കറണ്ടാണ് ഇപ്പോഴും സർക്യൂട്ട് ഫ്ലോ ചെയ്യുന്നത്. കൊടുത്ത വോൾട്ടേജ് V തന്നെയല്ലേ. ക്ലിയർ ആണോ? അപ്പോൾ ആ 3 പേരും കൂടെ പാരലാക്കി വെച്ചപ്പോൾ ആ സർക്യൂട്ട് കൂടെ അതിനൊരു കറണ്ടാണ് ഫ്ലോ ചെയ്ത്. അപ്പോൾ 3 പേരും കൂടെ കമ്പൈൻഡ് എഫക്റ്റ് ചെയ്യുന്ന ആൾ ഈ സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാലും അതേ കറണ്ട് സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യാൻ പറ്റും. ഇനി ഓംസ് ലോ അനുസരിച്ച് I ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ RP എന്ന് എഴുതി കൂടെ. അപ്ലൈഡ് വോൾട്ടേജ് V ആണ്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ RP ആണ്. അങ്ങനെയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ RP അല്ലേ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് I ഈക്വൽ ടു V/R1 പ്ലസ് V/R2 പ്ലസ് V/R3 അല്ലേ. അപ്പോൾ Iക്ക് പകരം V/RP എന്ന് എഴുതാം. സോ V/RP ഈസ് ഈക്വൽ ടു V/R1 പ്ലസ് V/R2 പ്ലസ് V ഡിവൈഡ് ബൈ R3. ഓക്കെ, റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ V ഡിവൈഡ് ബൈ RP ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് V കോമൺ ആക്കി എടുക്കാം അല്ലേ. V ഇൻറ്റു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഈ രണ്ട് സൈഡിലും V ക്യാൻസൽ ആയി പോയില്ലേ. അപ്പോൾ V ക്യാൻസൽ ആയി പോയി, ഈ V ക്യാൻസൽ ആയി പോയി. ഇനി ബാക്കി ഇവിടെ ആരാ ഉള്ളത്? ബാക്കി ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ R3 എന്ന് കിട്ടും. 1/R1 പ്ലസ് 1/R2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ R3. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ആരുടെ വാല്യൂ? റെസിപ്രോക്കലിൻ്റെ വാല്യൂ ആണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. 3 റെസിസ്റ്റേഴ്സിനെ പാരലാക്കി വെച്ചപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സമ്മിന് ഈക്വലാണ് കിട്ടിയത്.
എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സമ്മിന് ഈക്വലായി 1/Rp ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് കിട്ടി. അപ്പോൾ റെസിസ്റ്റേഴ്സിനെ പാരലാക്കി വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലിൻ്റെ വാല്യൂ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ കാര്യം എപ്പോഴൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യാം അല്ലേ? എന്താ കൺക്ലൂഷൻ? ഇൻ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, in parallel combination of resistors the reciprocal of effective resistance is the sum of the reciprocal of individual resistors. In parallel combination of resistors, the reciprocal of the effective resistance is the sum of the reciprocal of the individual resistors. Clear അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആൻസറിൽ മിസ്റ്റേക്ക് വരുത്തും. നമ്മളോട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ചോദിക്കുക. നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആരുടെ വാല്യൂ? റെസിപ്രോക്കലല്ലേ കിട്ടുക. അപ്പോൾ നമ്മൾ ഫൈനലി കിട്ടുന്ന ആൻസർ റെസിപ്രോക്കൽ എടുക്കണ്ടേ? നമുക്ക് 1/Rp ആണ് കിട്ടുക. നമുക്ക് വേണ്ടത് Rp അല്ലേ? അപ്പോൾ Rp കിട്ടാൻ എന്ത് ചെയ്യേണ്ടി വരും? ലാസ്റ്റ് നമ്മൾ വീണ്ടും റെസിപ്രോക്കൽ എടുക്കേണ്ടി വരും അല്ലേ? 1/Rp ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണ്. നമുക്ക് വേണ്ടത് Rpയുടെ വാല്യൂ ആയിരിക്കും. കാരണം എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ Rp ആണ്. അപ്പോൾ ഫൈനലി കിട്ടുന്ന ആൻസറിൻ്റെ റെസിപ്രോക്കലിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് R1 ഈസ് ഈക്വൽ ടു 1 ഓമും R2 ഈസ് ഈക്വൽ ടു 2 ഓമും R3 ഈസ് ഈക്വൽ ടു 3 ഓമാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിളിന് വേണ്ടി നമ്മൾ വാല്യൂസ് കൊടുക്കാൻ പോവാണ്. R1 ഈസ് ഈക്വൽ ടു 1 ഓമും R2 ഈസ് ഈക്വൽ ടു 2 ഓമും R3 ഈസ് ഈക്വൽ ടു 3 ഓമോ എന്ന് വിചാരിക്കുക. So 1/Rp equal to 1/R1, so 1/1 plus 1/R2, so 1/2 plus 1/R3 equal to 1/3 എന്ന് കിട്ടും. Equal to 6 LCM ആക്കി എടുക്കാം. അപ്പോൾ 6 plus 3 plus 2 ശരിയല്ലേ? LCM 6 ആക്കി. അപ്പോൾ 6 into 1/1 6 plus 6 into 1/2 3 plus 6 into 1/3 2. 11 divided by 6 into. So Rp is equal to 6 divided by 11 എന്നിട്ടില്ലേ? Rp equal to 6 divided by 11. ശരിയാണോ? 6 divided by 11. ഓക്കെ അല്ലേ? നമുക്കറിയാം വിച്ച് ഈസ് എങ്ങനെയാ? ലെസ് ദാൻ 1. 1-നേക്കാളും കുറവല്ലേ? 6/11 എന്ന് പറഞ്ഞാൽ 1-നേക്കാളും കുറവാണ്. കാരണം 0.9 സംതിങ് ഒക്കെ അല്ലേ വരൂ. അപ്പോൾ 1-നേക്കാളും കുറവാണ് വരിക. ഇനി നമ്മൾ യൂസ് ചെയ്ത റെസിസ്റ്റേഴ്സിൽ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 1 ഓം അല്ലേ? നമുക്ക് കിട്ടിയ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? ആ 1-നേക്കാളും കുറവല്ലേ? അതിൻ്റെ മീനിങ് എന്താ? റെസിസ്റ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷനകത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ യൂസ് ചെയ്ത സ്മോളസ്റ്റ് വാല്യൂവിനേക്കാളും കുറവാണ്. ഇൻ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ. ഓക്കെ അല്ലേ? സീരീസ് കോമ്പിനേഷനിൽ എങ്ങനെയാണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ലാർജർ ദാൻ ദി ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ ആണ്. പാരലൽ കോമ്പിനേഷനകത്തോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ റെസിസ്റ്റേഴ്സുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്യണം? പാരലൽ കോമ്പിനേഷൻ യൂസ് ചെയ്യണം. റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ കിട്ടണമെങ്കിലോ അവിടെ സീരീസ് കോമ്പിനേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ കുറേ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അവരെ കമ്പൈൻ ചെയ്യുന്ന സമയത്തുള്ള ലാർജസ്റ്റ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സീരീസായി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എഴുതിയാൽ മതി. അവരെ കമ്പൈൻ ചെയ്യുമ്പോഴുള്ള സ്മോളസ്റ്റ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പാരലായി കണക്ട് ചെയ്യുന്ന സമയത്തുള്ള എഫക്റ്റീവ് വാല്യൂ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? നമുക്ക് കൺക്ലൂഡ് ചെയ്താം. ഇൻ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ.
in parallel combination of resistors comma effective resistance is smaller than the smallest individual value. Smaller than the smallest individual value. യൂസ് ചെയ്ത ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാളും കുറവാണ് ആരുടെ വാല്യൂ? എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി എൻ്റെ ഒരു 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ആ 2 റെസിസ്റ്റേഴ്സിനും ഒരേ വാല്യൂ ആണെന്ന് വിചാരിക്കുക. അവരെ പാരലാക്കി വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1/R എഫക്റ്റീവ് ഈക്വൽ ടു 1/R1 + 1/R2 അല്ലേ? അപ്പോൾ 2 റെസിസ്റ്റേഴ്സിനും ഒരേ വാല്യൂ R ആണെങ്കിലോ 1/RP ഈക്വൽ ടു 1/R + 1/R 2/R എന്ന് കിട്ടും. അപ്പോൾ RP ഈക്വൽ R/2 എന്ന് കിട്ടും. അപ്പോൾ 2 പേർക്ക് ഒരേ വാല്യൂ വന്നപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ എഫക്റ്റീവ് വാല്യൂ R/2 എന്ന് കിട്ടിയില്ലേ? ഇനി 3 പേർക്ക് ഒരേ വാല്യൂ വന്നാലോ 1/RP ഈക്വൽ ടു 1/R + 1/R + 1/R 3/R എന്ന് കിട്ടും. അപ്പോൾ RP ഈക്വൽ ടു റെസിപ്രോക്കൽ എടുക്കണ്ടേ R/3 ആവില്ലേ? അപ്പോൾ 4 പേർക്ക് ഒരേ വാല്യൂ വന്നു കഴിഞ്ഞാലോ അവർ പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R/4 ആവില്ലേ? അപ്പോൾ 10 പേർക്ക് ഒരേ വാല്യൂ വന്നു കഴിഞ്ഞാലോ അവരെ പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് വാല്യൂ R/10 ആവില്ലേ? അങ്ങനെയാണെങ്കിൽ ആകെ n റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ R ആണ്. അവരെ പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ RP = R/n ആയിരിക്കും. R/n ആയിരിക്കും. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ബൈ ടോട്ടൽ നമ്പർ എടുത്താൽ മതി. സീരീസ് ആണെങ്കിലോ n × R ആണ്. പാരലൽ ആകുമ്പോൾ R/n ആണ്. ഓക്കെ, അപ്പോൾ എഴുതാം. If n resistors each of resistance capital R are connected in parallel, then the effective resistance of the combination is RP = R/n ആയിരിക്കും. Then the effective resistance of the combination RP = R/n ആയിരിക്കും. ഈ കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ സീരീസ് കോമ്പിനേഷനകത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ലാർജർ ദാൻ ദി ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂം, പാരലൽ കോമ്പിനേഷനകത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ വാല്യൂ ആണ്. ഓക്കെ അല്ലേ? ഇനി പാരലൽ കോമ്പിനേഷൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ കൺട്രോൾസ് പോസിബിൾ ആണ്. ശരിയല്ലേ? ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ ബൾബുകളെ പാരലാക്കി വെച്ച് കഴിഞ്ഞാലോ ഇത് ഫസ്റ്റ് ബൾബ്, ഇത് സെക്കൻഡ് ബൾബ്, ഇത് തേർഡ് ബൾബ്. ഞാൻ ഈ 3 ബൾബുകളെയും പാരലാക്കി വെച്ചിരിക്കുകയാണ്. പാരലൽ കോമ്പിനേഷനാണ്. അപ്ലൈഡ് വോൾട്ടേജ് V. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, ഞാൻ ഈ സ്വിച്ച് ഓഫ് ആക്കുകയാണെന്ന് വിചാരിക്കാം. ഈ സ്വിച്ച് അങ്ങ് ഓഫാക്കി. ഈ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെ കറണ്ട് പോകത്തില്ല അല്ലേ? പക്ഷേ ഇതിലൂടെയും കറണ്ട് പോകില്ലേ? കാരണം 2 ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ബൾബും ക്ലോസ് ചെയ്യും. ഇനി ഈ സ്വിച്ചും കൂടെ ഓഫാക്കിയാലോ? അപ്പോൾ ഇതിലൂടെയും കറണ്ട് പോകില്ല, ഇതിലൂടെ മാത്രം കറണ്ട് പോകില്ലേ? ഇത് ക്ലോസ് ചെയ്യും. ഇനി 3 സ്വിച്ചും ഓഫാക്കിയാലോ? ആ 3 പേരും ഓഫായി പോകും. ഇനി ഈ സ്വിച്ച് ഓണാക്കിയാലോ? ഇതിലൂടെ മാത്രം കറണ്ട് പോകും, ബാക്കി 2 സ്വിച്ചും ഓഫാണ്. ശരിയല്ലേ? അപ്പോൾ ഈ സ്വിച്ച് ഓണാക്കി വെച്ചു, ഈ 2 സ്വിച്ചും ഓഫാക്കി വെച്ച് കഴിഞ്ഞാലോ ഇതിലൂടെയും കറണ്ട് പോകില്ല, പക്ഷേ ഇതിലൂടെ കറണ്ട് പോകും, കാരണം ഇതാണ് ഓണായിരിക്കുക. അപ്പോൾ ഈ ബൾബ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? ഈ ബൾബ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ സ്വിച്ച് മാത്രം ഓൺ ചെയ്താൽ മതി. ഈ ബൾബ് ഓഫ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ മതി. ഇനി ഈ ബൾബ് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി.
ഈ ബൾബ് ഓഫ് ആണെങ്കിൽ ഇവിടുത്തെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ മതി. ഇനി ഈ ബൾബ് ക്ലോസ് ചെയ്യണമെങ്കിലോ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. ഈ ബൾബ് ഓഫ് ആക്കണമെങ്കിലോ ഈ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ മതി. ശരിയല്ലേ? ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാലോ ആ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ എൻ്റയർ സർക്യൂട്ട് ഓഫ് ആയി പോകും. ശരിയല്ലേ? ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാലോ ഈ സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. പിന്നെ നമുക്കിത് വെച്ച് നമുക്കിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പാരലൽ കോമ്പിനേഷനകത്ത് ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? ആരെയാണോ നമുക്ക് ഓഫ് ചെയ്യേണ്ടത് അവരെ മാത്രമായിട്ട് ഓഫ് ചെയ്യാൻ പറ്റും. ആരെയാണോ നമുക്ക് ഓൺ ചെയ്യേണ്ടത് അവരെ മാത്രമായിട്ട് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് കണക്ഷൻസ് അതിപ്പോഴും പാരലൽ കോമ്പിനേഷനാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കണക്ഷൻ പാരലൽ കോമ്പിനേഷനാണ്. അതല്ലെങ്കിൽ സംഭവിക്കുക എന്താ, നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫാനും അതിൻ്റെ കൂടെ ഓഫായി പോകും, ടി വി അതിൻ്റെ കൂടെ ഓഫായി പോകും. ശരി, എങ്ങനെയാണ് സീരീസ് കോമ്പിനേഷൻ ആയിരുന്നെങ്കിൽ? കാരണം സീരീസ് കോമ്പിനേഷനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൺട്രോൾസ് പോസിബിൾ അല്ല. എന്നാൽ പാരലൽ കോമ്പിനേഷനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൺട്രോൾസ് പോസിബിൾ ആണ്. അപ്പോൾ ഹൗസ് ഹോൾഡ് സപ്ലൈ എപ്പോഴും പാരലൽ കോമ്പിനേഷനാണ്. നമുക്ക് ഫാൻ വേണമെങ്കിൽ ഫാന് മാത്രമായിട്ട് ഓഫ് ആക്കാൻ പറ്റും. ബൾബ് വേണമെങ്കിൽ ബൾബ് മാത്രമായിട്ട് ഓഫ് ആക്കാൻ പറ്റും. എ സി വേണമെങ്കിൽ എ സി മാത്രമായിട്ട് ഓഫ് ആക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ സീരീസ് കോമ്പിനേഷൻ അത് പോസിബിൾ അല്ല. ഇപ്പോൾ വീട്ടിൽ സീരീസ് കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നെങ്കിലോ ആ ബൾബ് ഓഫ് ആക്കുമ്പോൾ കൂടെ അതിൻ്റെ ഫാനും എ സിയും ടി വിയും എല്ലാം ഓഫായി പോകും. അതുകൊണ്ട് വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഒരിക്കലും സീരീസ് കോമ്പിനേഷൻ അല്ല, പാരലൽ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡെക്കറേറ്റ് ചെയ്യുന്ന ബൾബ് അത് പാരലായിട്ട് യൂസ് ചെയ്താലോ? അങ്ങനെ 1000 ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഒരു ബൾബ് ഫ്യൂസായി പോയാലും ആ ബൾബ് മാത്രം വർക്ക് ചെയ്യില്ല, ബാക്കി എല്ലാ ബൾബും വർക്ക് ചെയ്യില്ലേ? നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏത് ബൾബാണ് വർക്ക് ചെയ്യാത്തതെന്ന്. ആ ബൾബ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫക്റ്റ് ഉള്ള ബൾബിനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് പാരലൽ കോമ്പിനേഷൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ പാരലൽ കോമ്പിനേഷനകത്ത് ആരുടെ വാല്യൂ കുറവാണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറവാണ്. ഓക്കെ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ സർക്യൂട്ട് ഡയഗ്രം ഗിവൺ ഫിഗർ 1210, suppose that resistance R1, R2 and R3 have the values 5 ohm, 10 ohm and 30 ohm respectively, which have been connected to a battery of 12 volt. Calculate the current through each resistor, the total current in the circuit and the total circuit resistance. ഓക്കെ, നിങ്ങളുടെ ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. നോക്കാം നമുക്ക് ആദ്യം ആ സർക്യൂട്ട് ഡയഗ്രം എടുക്കാം. ഈ സർക്യൂട്ട് ഡയഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡയഗ്രാം. അപ്പം അതിനകത്ത് പറയുന്നത് the circuit diagram given in figure, suppose that resistance R1, R2 and R3 have the values 5 ohm, 10 ohm and 30 ohm. അപ്പോൾ R1ൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. R1ൻ്റെ വാല്യൂ 5 ohm, R2ൻ്റെ വാല്യൂ 10 ohm, again R3യുടെ വാല്യൂ 30 ohm. 5 ohm, 10 ohm and 30 ohm respectively, which have been connected to a battery of 12 volt. ഇത് 12 volt battery ആണ് കേട്ടോ. അപ്പോൾ V = 12 volt. Calculate the current through each resistor. ഓരോ റെസിസ്റ്ററിലെയും കറണ്ട് കണ്ടുപിടിക്കേണ്ടത്. വെൻ R1ലൂടെ പോകുന്ന കറണ്ടിനെ I1 എന്ന് മാർക്ക് ചെയ്യുന്നു, R2ലൂടെ പോകുന്ന കറണ്ട് ഞാൻ I2 എന്ന് മാർക്ക് ചെയ്യുന്നു, R3യിലെ കറണ്ട് ഞാൻ I3 എന്ന് മാർക്ക് ചെയ്യുന്നു. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ആദ്യം കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കുന്നത് കേട്ടോ, ഫസ്റ്റ് വൺ. അപ്പം കറണ്ട് ത്രൂ R1, through R1. I1 is equal to ഓംസ് ലോ യൂസ് ചെയ്താൽ പോരെ? ഈ R1 റെസിസ്റ്ററിന് അക്രോസ് ആയുള്ള വോൾട്ടേജ് എത്രയാണ്? അത് ഈ V തന്നെയല്ലേ? ബൈ റെസിസ്റ്റൻസ് R1 എടുത്താൽ പോരെ? I1 is equal to V by R1. സോ 12 ഡിവൈഡ് ബൈ എത്ര? R1 5 ohm ആണ്. 12 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. 12 ഡിവൈഡ് ബൈ 5. ഓക്കെ അല്ലേ? എത്ര കിട്ടും? 12 by 5. Okay, equal to 2.4 ampere. 2.4 ampere. ഇനി current through R2. Current through R2 and I2 എന്ന് എഴുതാം. Equal to V by R2 എന്ന് എഴുതിക്കൂടെ? Equal to എന്നുള്ള V by R2 എന്ന് എഴുതിയത് R2 അക്രോസ് ആയുള്ള വോൾട്ടേജ് V തന്നെയല്ലേ? again resistance R2 അല്ലേ? അപ്പോൾ V by R2 equal to 12 divided by R2 10 അല്ലേ? equal to 1.2 ampere എന്ന് കിട്ടും. അപ്പോൾ I2 is equal to 1.2 ampere. അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വേണ്ടത് കറണ്ട് ത്രൂ R3 ആണ്. സോ കറണ്ട് ത്രൂ R3 I3 is equal to, ഓക്കെ, R3ക്ക് അക്രോസ് ആയുള്ള വോൾട്ടേജ് V അല്ലേ?
റെസിസ്റ്റൻസ് R3 അല്ലേ, അപ്പോൾ I3 ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R3. സോ 12 ഡിവൈഡ് ബൈ എത്ര R3യുടെ വാല്യൂ 30, അപ്പോൾ 12 ഡിവൈഡ് ബൈ 30 എന്ന് കിട്ടും. 12 ബൈ 30 എന്ന് പറയുമ്പോൾ 4 ഡിവൈഡ് ബൈ 10 ഈക്വൾ 0.4 ആംപിയർ എന്ന് കിട്ടും. 0.4 ആംപിയർ. അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി രണ്ടാമത് എന്തായിരുന്നു വേണ്ടത്? ദ ടോട്ടൽ കറണ്ട് ഇൻ ദി സർക്യൂട്ട്. ടോട്ടൽ കറണ്ട് I അല്ലേ, ആ കറണ്ടല്ലേ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്. അപ്പോൾ എന്താ പാരലൽ കോമ്പിനേഷനിൽ ഇക്വേഷൻ എഴുതിയത്? I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 ആണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ബി. കറണ്ട് ത്രൂ ദി സർക്യൂട്ട്. കറണ്ട് ത്രൂ ദി സർക്യൂട്ട് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു I1ൻ്റെ വാല്യൂ 2.4 പ്ലസ് I2ൻ്റെ വാല്യൂ 1.2 പ്ലസ് I3യുടെ വാല്യൂ 0.4. എത്ര വരും? 2.4 പ്ലസ് 0.4 2.8, 2.8 പ്ലസ് 1.2 3 ഈക്വൽ ടു 4 ആംപിയർ. അപ്പോൾ കറണ്ട് ത്രൂ സർക്യൂട്ട് ഇറ്റ് ഈസ് 4 ആംപിയർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി വേണ്ട എന്തായിരുന്നു? The total current in the and the total circuit resistance. Total circuit resistance ആണ് വേണ്ടത്. Total circuit resistance. അത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലേ? അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ഇക്വേഷൻ നോക്കാം. 1/RP പാരലൽ കോമ്പിനേഷൻ അല്ലേ, ഈക്വൽ ടു ഏതൊക്കെ വാല്യൂസ് വന്നിരിക്കുന്നത്? R1ഉം R2ഉം R3ഉം 5ഉം 10ഉം 30 ആണ് കേട്ടോ. 5ഉം 10ഉം 30 ആണ്. അപ്പോൾ 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ഈക്വൽ ടു 1/5 പ്ലസ് 1/10 പ്ലസ് 1 ഡിവൈഡ് ബൈ 30 എന്ന് എഴുതാം. 1/RP ഈസ് ഈക്വൽ ടു 1/5 പ്ലസ് 1/10 പ്ലസ് 1/30. കാരണം 5ഉം 10ഉം 30 ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. റീഅറേഞ്ച് നോക്കാം. 1/RP ഈക്വൽ ടു 30. 30 ഡിവൈഡ് ബൈ 5 6 വരും. 30 ഡിവൈഡ് ബൈ 10 3 എന്ന് വരും. 30 ബൈ 30 1 വരും. ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 30 ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 3. അപ്പോൾ 1/RP ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 3 ആണെങ്കിൽ RPയുടെ വാല്യൂ എത്രയാ? RP ഈസ് ഈക്വൽ ടു 3 ഓം എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഓം ആണ്. ഓക്കെ അല്ലേ? ഇനി അതല്ലെങ്കിൽ വേറെ ഇക്വേഷനില്ലേ? ഓർ I ഈസ് ഈക്വൽ ടു V/RP എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ആ RP അല്ലേ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ RP ഈസ് ഈക്വൽ ടു V/I എന്ന് എഴുതി കൂടെ. എത്ര വിയുടെ വാല്യൂ? ഇവിടെ കൊടുത്ത വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലായി. 12 വോൾട്ട് ആണ്. എത്ര സർക്യൂട്ട് ടോട്ടൽ കറണ്ട് I? അത് 4 ആംപിയർ ആണ്. അപ്പോൾ 12 ഡിവൈഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഓം. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഒന്ന് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വെച്ചും ചെയ്തു, രണ്ട് സർക്യൂട്ടിൽ ഓംസിലും യൂസ് ചെയ്തു. I ഈക്വൽ V/RP. അത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൻ്റെ ഈ പ്രോബ്ലത്തിന് ആൻസർ. അപ്പോൾ ഇനി വരുന്നത് സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ ഒന്നിച്ചായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ പ്രോബ്ലംസ് എല്ലാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.